അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിപീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ BA അഫ്ളലുൽ ഉലമയുടെ ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ ഫിഖ്ഹ് ലിറ്ററേച്ചർ എന്ന പുസ്തകത്തിൻ്റെ 4-ാമത്തെ യൂണിറ്റിൻ്റെ ചർച്ചകളാണ്. അതിൻ്റെ 3-ാമത്തെ പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഉസൂൽ ഫിഖ്ഹ് കാര്യമായി ചർച്ച ചെയ്യുന്ന 4-ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ 2 പാർട്ടുകളും നിലവിൽ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിൻ്റെ 3-ാമത്തെ പാർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അൽ-അദില്ലത്തു ശർഇയ്യ എന്ന് പറയുന്ന ശർഇയ്യായ വിധികൾ നമ്മൾ യോഗ്യരായ ഫുഖഹാക്കൾ ഇസ്തിംബാത്ത് ചെയ്ത് എടുക്കുന്ന പ്രമാണങ്ങളെ കുറിച്ചാണ് ഇതിലെ ചർച്ച. അപ്പോൾ പ്രമാണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യേണ്ടത് ഖുർആൻ തന്നെയാണ്. അപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളാണ് നമ്മൾ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. ഇതിൽ ഇപ്പോൾ മുഖദ്ദിമയിലും മറ്റൊക്കെ ഉണ്ടായിരുന്ന പോലെ പല ഭാഗം നമുക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇതിൽ വരുന്ന ഓരോ ചർച്ചകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയങ്ങൾ മാത്രം ഇങ്ങനെ ചുരുക്കി കൊടുത്തതുപോലെയാണ് ഇത് തോന്നിയത്. ഏതൊരു ഭാഗം ഒഴിവാക്കണമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇത് പൂർണ്ണമായും അങ്ങനെ തന്നെ ഉൾക്കൊള്ളിക്കുന്നത്. ചില ഭാഗങ്ങൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്തിട്ട് അങ്ങനെ പോവുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അദില്ലത്തു ശർഇയ്യയിലെ 1-ാമത്തെ ഭാഗം ദലീലുൽ അവ്വൽ അൽ കിതാബ് അഥവാ ഖുർആനുൽ കരീം, വിശുദ്ധമായ ഖുർആൻ തന്നെയാണ് ആദ്യത്തെ ദലീൽ. പ്രൂഫായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ ഏത് വിധികളാണെങ്കിലും അതിന് ആദ്യത്തെ പ്രൂഫ് വിശുദ്ധ ഖുർആൻ തന്നെയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. ലഫ്ദൻ വ മഅന, ലഫ്ദിലും മഅനയിലും അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ. ഉൻസില അലാ നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട വനുഖില ഇലൈനാ ബിത്തവാത്തുരി, തവാത്തുർ കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട. തവാത്തുർ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതാണ്. ഒരു കൂട്ടം ആളുകൾ മറ്റൊരു കൂട്ടം ആളുകൾക്ക് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് പോകുന്ന ശൈലിയാണ്. അതായത് അവർ ഒരിക്കലും കള്ളം പറയാൻ സാധ്യതയില്ലാത്ത രൂപത്തിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന റിപ്പോർട്ടുകൾക്കാണ് തവാത്തുർ എന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളൊരു വിഷയത്തെക്കുറിച്ച് ഒരൊറ്റയാൾ പറയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ വിശ്വാസ്യത കുറവ് ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ ഒരു കൂട്ടം ആളുകൾ ഒരേ കാര്യം പറയുകയും അത് അതേ പ്രകാരം മറ്റൊരു കൂട്ടം ആളുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അവർ മറ്റൊരു കൂട്ടം, അങ്ങനെ പോകുമ്പോൾ അത് തവാത്തുർ എന്ന ശൈലിയാണ് അതിനുണ്ടാവുക. വിശുദ്ധ ഖുർആൻ അങ്ങനെ നക്കൽ ചെയ്യപ്പെട്ടാണ് നമ്മളിലേക്ക് എത്തിയത് എന്നാണ് അതിൽ പറഞ്ഞത്. വിശുദ്ധ ഖുർആന്റെ പേരുകൾ ഉൾപ്പെടുത്തി കണ്ടല്ലോ. മിൻ അസ്മാഇഹി അൽ കിതാബു അൽ ഫുർഖാനു അൻ നൂറു അൽ ദിക്ർ, ഇതെല്ലാം വിശുദ്ധ ഖുർആന്റെ വ്യത്യസ്തമായ പേരുകളാണ്. ഞാനിതിൽ അടിയിൽ വരച്ചിട്ട ഭാഗം മാത്രമാണ് കാര്യമായി ചർച്ച ചെയ്യുന്നത് കേട്ടോ. ഡീറ്റെയിൽ ആയി പറയുമ്പോൾ ഒരുപാടുണ്ടാവും. നുസിലൽ ഖുർആനുൽ കരീം മുനജ്ജമൻ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് മുനജ്ജമായിട്ടാണ്, എന്ന് വെച്ചാൽ ഘട്ടം ഘട്ടമായിട്ടാണ്. ഐ മുഫറഖൻ തസ്ബീതൻ ലിഫുആദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി മുദ്ദത്തി 23 സന, 23 വർഷക്കാലത്തെ ഇടയിൽ റസൂലുള്ളാഹി തങ്ങളുടെ ഹൃദയത്തെ ഒന്നുകൂടെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഘട്ടം ഘട്ടമായിട്ടാണ്, അത് വ്യത്യസ്തമായ സംഭവങ്ങൾക്കുള്ള മറുപടിയായിട്ടും മറ്റൊക്കെ ഘട്ടം ഘട്ടമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. വഅവ്വലു മാ നുസില മിൻഹു, ആദ്യമായി അവതരിക്കപ്പെട്ട ഭാഗം അവൈലു സൂറത്തുൽ അലഖ്, സൂറത്തുൽ അലഖിലെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആദ്യ ഭാഗങ്ങളാണ്. അത് മുഴുവനായിട്ടും ഇറങ്ങി എന്നുള്ളതല്ല, അതിന്റെ ആദ്യ ഭാഗങ്ങൾ മാത്രമാണ് ആദ്യം അവതരിച്ചത്. അവസാനമായി അവതരിച്ചത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന് പറയുന്ന സൂറത്തുൽ ബഖറയിലെ 281-ാമത്തെ സൂക്തമാണ് ഏറ്റവും അവസാനമായി വിശുദ്ധ ഖുർആൻ നിന്ന് അവതരിച്ചത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ദലീലുൽ അസാസി ഫി തശ്രീഇ, ഇസ്ലാമിക നിയമങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രൂഫാണ് ഇത് വിശുദ്ധ ഖുർആൻ. ഏത് കാര്യം നമ്മൾ പറയുകയാണെങ്കിലും ചെയ്യുകയാണെങ്കിലും അതിലൊരു പ്രൂഫ് വേണമല്ലോ. പ്രത്യേകിച്ചും ഖുർആൻ എന്നൊരു തെളിവുകൾ വേണം. അപ്പോൾ ഖുർആൻ അതിന്റെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള പ്രൂഫാണ്.
മാത്രമല്ല അതില്ലത്തു അൽ ഉഖ്റ തുസ്തനദു ഇലൈഹി, ബാക്കിയുള്ള എല്ലാ പിന്നെ ഈ പറയുന്ന തെളിവുകളെല്ലാം ഇതിലേക്ക് വിശുദ്ധ ഖുർആനിലേക്ക് ഇസ്നാദ് ചെയ്യപ്പെടുന്ന, അതിലേക്ക് ചേർക്കപ്പെടുന്ന ഹദീസായാലും ഇജ്മാ ആയാലും ഖിയാസ് ആയാലും ഒക്കെ അതിന്റെ അടിസ്ഥാനപരമായി അതിന് ഖുർആനിനോട് ബന്ധമുണ്ട്. ഇപ്പൊ ദലീലു സുന്നത്തി ഖുർആൻ കരീം, ഫോർ എക്സാമ്പിൾ ഇപ്പോ സുന്നത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സുന്നത്ത് പറഞ്ഞ ഹദീസിന്റെ തെളിവ് ഖുർആനാണ്. കാരണം ഖുർആൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? അല്ലാഹു തആല പറഞ്ഞു, വമാ അതാകും റസൂലു ഫഖുദൂഹു മാ നഹാകും അൻഹു ഫൻതഹു. നിങ്ങളുടെ പ്രവാചകൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. അവര് വിലക്കുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? വെടിയുകയും ചെയ്യുക. സൂറത്തുൽ നസ്റിലെ 7-ാമത്തെ. അപ്പൊ അതിൽ പറയുന്നത് നബിതങ്ങൾ പറയുന്ന എല്ലാ കാര്യവും നമ്മൾ അനുസരിക്കണം, നബിതങ്ങൾ വിലക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വെടിയുകയും വേണം. അപ്പൊ എന്തായി? സുന്നത്ത് നമ്മൾ പൂർണ്ണമായും അംഗീകരിക്കണം എന്നായി അതിന്റെ സാരം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ സുന്നത്ത് എന്നുള്ള തെളിവ് ഖുർആൻ എന്ന് പറയുന്ന തെളിവിനോട് ആശ്രയിച്ചു നിൽക്കുന്നു എന്നാണ് നേരത്തെ പറഞ്ഞത്. ഇതേ പ്രകാരം ഇജ്മാവും ഖിയാസും തുടങ്ങിയുള്ള 4 പ്രമാണങ്ങളും ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ഇജ്മാഉ സ്വഹാബത്തി ദലീലുഹു മദീഹുൽ ഖുർആനി ലിസ്വഹാബത്തി അല്ലദീന നഖലുഹു ഇലൈനാ ബിത്തവാത്തുരി. അപ്പോൾ സ്വഹാബികളുടെ വാക്കുകളുടെ അവരുടെ ഒരു കൂട്ടം ആളുകൾ ഒരു വിഷയത്തിൽ ഒരുമിച്ച് കൂടുമ്പോഴാണല്ലോ ഇജ്മാഅ് വരല്. അപ്പൊ അത് തെളിവാട് അതിനെ കിട്ടിയത് അത് വിശുദ്ധ ഖുർആനിൽ സ്വഹാബികളെ സംബന്ധിച്ച് മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനത്തെ സ്വഹാബികളാണ്? ആ സ്വഹാബികളാണ് നമ്മിലേക്ക് ഈ പറയുന്ന ഖുർആൻ എന്താക്കിയത്? തവാത്തുറായിട്ട് നമ്മളിലേക്ക് എത്തിച്ചു തന്നത്. അതെവിടെയാ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان എന്ന് പറയുന്ന ആയത്തിൽ മുൻഗാമികളായ മുഹാജിറുകളെ, അൻസ്വാറുകളെ, അവരെ ഫോളോ ചെയ്തവരെയൊക്കെ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പറയുന്നുണ്ട്. അപ്പൊ അത് അടിസ്ഥാനത്തിൽ സ്വഹാബികൾ പറയുന്ന വാക്കുകളും എന്താണ്? അവർ ഇജ്മാ ആയിട്ട് ഐക്യകണ്ഠേന പറയുന്ന വാക്കുകളും തെളിവാണ് വിശുദ്ധ ഖുർആൻ. ഖിയാസ് പ്രകാരം തന്നെ. ഖിയാസ് എവിടുന്ന് കിട്ടി? സൂറത്തുൽ അശ്റിൽ അല്ലാഹു തആല പറഞ്ഞു, ഫഅതബിറു യാ ഉലിൽ അബ്സാർ. അപ്പൊ അതില് ഉലുൽ അബ്സാറുകളായ നല്ല ഉൾക്കാഴ്ചയുള്ള ആളുകളെ നിങ്ങൾ, അവരുടെ വാക്കുകളെ നിങ്ങൾ പരിഗണിക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഖിയാസ് അപ്രകാരമാണല്ലോ നടത്തുന്നത്. അപ്പൊ അതും ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ശരീഅത്തിന്റെ വിവിധ നിയമങ്ങൾ, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ലോസ് ഒക്കെ ഖുർആനുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞതിന്റെ സാരം. ഖുർആനുമാവട്ടെ അതാണ് അതിന്റെ ഏറ്റവും പ്രധാനമായ പ്രൂഫ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചർച്ചയാള് ഇജാസുൽ ഖുർആനാണ്. എന്താണ് അൽ ഖുർആൻ? മുഅ്ജിസത്തുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കുബ്രാ. വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയാണ് ഇജാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നബിതങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്തായിരുന്നു ഖുർആൻ. ഖദ് തഹദ്ദാ അൽ മുൻകിരീന അൻ യഅതൂ ബിമിസ്ലിഹി ഫഅജസു. നിഷേധികളായ ആളുകളോട് വിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചു, അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ വെല്ലുവിളിച്ചു, അൻ യഅതൂ ബിമിസ്ലിഹി, ഇതേപോലൊരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരൂ. ഫഅജസു, അപ്പോൾ അവർ അശക്തരായി. ഫതഹദ്ദാഹും അൻ യഅതൂ ബിഅശ്രി സുവരിൻ, അപ്പോൾ അവരോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഖുർആൻ മൊത്തമായിട്ട് കഴിയൂല എങ്കിൽ ഒരു 10 സൂറത്തെങ്കിലും ഖുർആനെ പോലെ കൊണ്ടുവരാൻ ശ്രമിക്കൂ. വലോ മുഫ്തറയാത്തിൻ, അത് നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഇല്ലാത്ത പിന്നെ കഥകളാണെങ്കിലും ശരി, നിങ്ങൾ അതൊന്ന് ഒരു 10 സൂറത്തെങ്കിലും ഖുർആനിൻ്റെതുപോലെ നല്ല ഐജാസും ബലാഗയും ഒക്കെ ഉള്ള രൂപത്തിൽ നിങ്ങളൊന്ന് കൊണ്ടുവരി. ഫാജിസു, അതിന് അവർക്ക് കഴിഞ്ഞില്ല. ഫതഹദ്ദാഹും അൻ യഅതൂ ബിസൂറത്തിൻ വാഹിദത്തിൻ, എന്നാൽ ഒരൊറ്റ സൂറത്ത്, ചെറുത് ആവോ വലുത് ആവോ, ഒരൊറ്റ സൂറത്ത് നിങ്ങളൊന്ന് കൊണ്ടുവരി. വലോ മുഫ്തറാത്തിൻ, അത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണെങ്കിലും മതി. ഫാജസു, അപ്പയും അവർ അശക്തരായി. വമസ്തത്വഅു, അവർക്ക് സാധിച്ചില്ല. അപ്പൊ അത്രമാത്രം സാഹിത്യമൊക്കെ, അറബിക് സാഹിത്യമൊക്കെ ഉൾക്കൊള്ളുന്ന രൂപത്തിലൊരു വിശുദ്ധമായൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ അന്നത്തെ സാഹിത്യകാരന്മാരുടെ സാമ്രാട്ടുകളായിരുന്ന അറബികൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അത്രമാത്രം സാഹിത്യ സമ്പൂർണമായിരുന്നു, അറബി ഭാഷയിലെ സാഹിത്യ സമ്പൂർണമായിരുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാം. ഇനി അതിന്റെ ഇജാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശൈലി എന്ന് പറയുന്നത് താഴെ പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കൂ, അഅ്ലമു വുജൂഹി ഇജാസിഹി, വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും ഇജാസിന്റെ ഏറ്റവും ശൈലി, അത് ഏറ്റവും വലിയത് എന്ന് പറഞ്ഞാൽ ബലാഗത്തു ഫസാഹത്തു, ബലാഗ തന്നെയാണ്. അതായത് നല്ല വാക്ചാരുത, വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗങ്ങൾ, അതിന്റെ ഫസാഹത്ത് ഒക്കെയാണ്. വഅദമു വുജൂദി ഇഖ്തിലാഫിൻ ഫീഹി, അഥവാ അതിൽ യാതൊരു ഇഖ്തിലാഫ് ഇല്ല എന്നുള്ളതുമാണ്.
അല്ലെ? എത്രയോ ദൈവീകം എന്ന് പറയുന്ന ഡിവൈൻ ബുക്സുകൾ നമ്മൾ പരിചയപ്പെടാറുണ്ട്. പക്ഷെ അതൊന്നും അതിൽ പലപ്പോഴും ഒരു ഭാഗത്തുള്ളതല്ല, അതിനോട് വൈരുദ്ധ്യമായ രൂപത്തിൽ മറുഭാഗത്തുണ്ടാവും. ബൈബിൾ അതിനൊരു ഉദാഹരണമാണ്. അങ്ങനെ ഓരോന്നും വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു സൂക്തം മറ്റൊരു സൂക്തത്തിനോട് എതിരാണ് എന്നോ അല്ലെങ്കിൽ ഒരു ഹദീസിനോട് എതിരാണ് എന്നോ ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. قال تعالى أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا. നിങ്ങൾ ഖുർആനെ കുറിച്ച് വിചിന്തനം നടത്തുന്നില്ലേ? ഇത് അള്ളാഹുവിൽ നിന്നുള്ളതല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അവര് അതിൽ ധാരാളം അഭിപ്രായ വൈരുദ്ധ്യങ്ങൾ എത്തിക്കുമായിരുന്നു. അത് സ്വാഭാവികമാണ്. മനുഷ്യന്റെ കഴിവ് എന്ന് പറഞ്ഞാല് അത് വളരെ ചെറുതാണല്ലോ. അപ്പൊ മനുഷ്യൻ ഏതൊരു കാര്യം എഴുതുകയാണെങ്കിൽ അതിൽ ഒരുപാട് എഡിറ്റിംഗ് വരുത്തേണ്ടി വരും. പറയുകയാണെങ്കിൽ അത് ഒരുപാട് തിരുത്തുകൾ വേണ്ടി വരും. പക്ഷെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമായതുകൊണ്ട് അതിൽ എങ്ങനെയായാലും ഒരു ചെറിയ ഇഖ്തിലാഫ് പോലും കണ്ടെത്താൻ നമുക്ക് സാധ്യമല്ല. നിങ്ങൾ നോക്കൂ, ഖുർആനു കലാമുല്ലാഹി അറബിയ്യുൻ വലൈസ ഫീഹി അൽഫാദുൻ ഗൈറു അറബിയ്യ. വിശുദ്ധ ഖുർആൻ അറബിയായ ഗ്രന്ഥമാണ്, അതിൽ അനർബിയായ വാക്കുകളില്ല. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. അറബി ഭാഷയായിട്ടാണ് അള്ളാഹു തആല ഖുർആൻ അവതരിപ്പിച്ചത്, നിങ്ങൾ ചിന്തിക്കുന്നവരാവാൻ വേണ്ടി. അപ്പൊ ഏതാനും ചില മറ്റു ഭാഷകളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ചില വാക്കുകൾ അതിലുണ്ടല്ലോ എന്ന്. മാ വറദ ഫീഹി മിൻ അൽഫാദി മഅഖൂദത്തിൻ മിൻ ലുഗാത്തിൻ ഉഖറ. മറ്റു ഭാഷകളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട മുഅറബായ വാക്കുകൾ ഉണ്ടല്ലോ. ഉദാഹരണം മിഷ്കാത്ത്. മിഷ്കാത്ത് എന്ന വാക്ക് ശരിക്കും ഇന്ത്യൻ വേർഡാണ്. അതെന്ത് അറബിയിലേക്ക് പിടിച്ചെടുക്കപ്പെട്ടതാണ്. ചിലർ പറഞ്ഞു എത്തോപ്യൻ ആണ് എന്ന്, ചിലർ പറഞ്ഞു എന്ത് ക്രിസ്താസ് എന്ന് പറയുന്ന വാക്ക് റോമൻ പദമാണ് എന്ന്. അതിന്റെ അർത്ഥം മീസാൻ എന്നാണ്, ത്രാസ്. അതുപോലെ ഇസ്തബറുക്ക് എന്ന് പറയുന്ന വാക്ക് പട്ടിന്റെ പേരാണ്, അതെന്താണ് പേർഷ്യനാണ്. അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള വാക്കുകൾ ഉണ്ട്, പക്ഷെ അതൊക്കെ മുഅറബാണ്, അത് അറബി വൽക്കരിക്കപ്പെട്ടതാണ് എന്ന് ആണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഏതായാലും അതാണ് കണ്ടില്ലോടെ ഫൈനഹ അൽഫാദുൻ ഖദ് തഅറബത് ഖബല നുസൂലിൽ ഖുർആൻ. ഇപ്പൊ അങ്ങനെയുള്ള ഏതാനും ചില വാക്കുകൾ ഉണ്ടെങ്കിൽ പോലും വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പേ അതൊക്കെ അറബി വൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് പൂർണ്ണമായിട്ടും അറബി അല്ലെങ്കിലും അത് അറബി വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ. ഇപ്പോ അങ്ങനെയുള്ള ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ നമുക്കറിയാലോ, ഒരുപാട് വാക്കുകളുടെ ഒറിജിൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് ലാറ്റിൻ വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേർഡ് ആയിരിക്കും. അപ്പൊ അതെന്താണ്, ഇംഗ്ലീഷ് വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഇപ്പൊ അതിനർത്ഥം. അതുപോലെ തന്നെയാണ് ഇതിലുള്ള ഖുർആനിലുള്ള ഓരോ വാക്കുകളും. അല്ലാതെ പൂർണ്ണമായും അനറബി ആയിട്ടുള്ള ഒരു വാക്കുകളും ഖുർആനിലില്ല എന്ന്. ഇനി അൽഫാദുൽ കിതാബി മിൻ ഹൈസുൽ വുളൂഹി, വ്യക്തത, ക്ലാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ ശുദ്ധമായ ഖുർആനിന്റെ ചില വാക്കുകൾ നമുക്ക് താഴെ പറയുന്ന രൂപത്തിൽ വിവിധ രൂപങ്ങളായിട്ട് വേർതിരിക്കാൻ പറ്റും. അതിലൊന്നാണ് മുഹ്കം. ഈ മുഹ്കമായ ലഫ്ദ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? واللفظ الدال على معناه المقصود منه أصلا دلالة واضحة بل هو أوضح الألفاظ بحيث لا يقبل النسخ ولا التأويل. അതായത് പിന്നെ എന്താണോ ലക്ഷ്യമാക്കുന്നത് ആ മാനയുടെ മേൽ പൂർണ്ണമായും അറിയിക്കുന്ന ലഫ്ദാണ് മുഹ്കം. പിന്നെ അത് വ്യക്തമായിട്ട് തന്നെ ആ മഖ്സൂദായ ലക്ഷ്യത്തെ അറിയിക്കും എന്നല്ല. അത് പിന്നെ അൽഫാദുകളിൽ വെച്ച് താഴെ നമ്മൾ പല രൂപത്തിലുള്ള അൽഫാദുകൾ പറയാൻ പോകുന്നുണ്ട്. അതിൽ ഏറ്റവും വ്യക്തമായ സംഗതി കൂടിയാണ് മുഹ്കം. എന്ന് വെച്ചാൽ ഒരു തരത്തിലും ലാ യഖ്ബലു നസ്ഖ, അത് നസ്ഖിനെ സ്വീകരിക്കൂല. നസ്ഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ഭാഗം ചിലപ്പോൾ അതിന്റെ ഹുക്മ് ആദ്യം പ്രാബല്യത്തിൽ ഉണ്ടാകും, പിന്നീട് അതിന്റെ ആ ഹുക്മിന് ചിലപ്പോൾ അതിന്റെ നിയമത്തെ ചിലപ്പോൾ എടുത്തു കളയും, നസ്ഖ് എന്ന് പറയാറുള്ളത്. അപ്പൊ അങ്ങനെ നസ്ഖ് സ്വീകരിക്കാത്ത, അതുപോലെ തെവീലൊന്നും ഇല്ലാത്ത, തെവീൽ എന്നാൽ ആ സംഭവത്തെ നമുക്ക് മറ്റു പലതുമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റും, അങ്ങനെയുള്ളതിനെ തെവീൽ എന്ന് പറയാം. അപ്പൊ തെവീലോ നസ്ഖോ ഒന്നും സ്വീകരിക്കാത്ത വളരെ ഏറ്റവും വ്യക്തമായ ലഫ്ദുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് മുഹ്കം എന്ന് പറഞ്ഞാൽ. ഉദാഹരണം പറഞ്ഞാൽ വമാ കാന ലക്കും അൻ തുദു റസൂലല്ലാഹി വലാ അൻ തൻകഹു അസ്വാജഹു മിൻ ബഅദിഹി അബദാ. സൂറത്തുൽ അഹ്സാബിൽ കാണാം, നിങ്ങൾക്ക് നിബിതങ്ങളെ എന്താക്കാൻ ഉപദ്രവിക്കൽ പറ്റുന്നതല്ല, അതേപ്രകാരം നിബിതങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾക്കൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം വിവാഹം ചെയ്യൽ അനുവദനീയവുമല്ല.
അപ്പൊ ഇവിടൊക്കെ പറയുന്ന വാക്കുകൾ ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഫൈന ഹുർമത്ത നിക്കാഹി സൗജാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ബഅദിഹി ലാ തഖ്ബലു നസ്ഖൻ ഔ തഅവീല. നബിതങ്ങളുടെ ഭാര്യമാർ അഥവാ നമ്മളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ എന്നാണ് ഖുർആൻ അവരെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. അപ്പൊ വിശ്വാസികളുടെ എല്ലാ ഉമ്മമാരാണ് അവര്. ഉമ്മമാരെ വിവാഹം ചെയ്യാൻ പറ്റുമോ? പറ്റൂലല്ലോ, ഹറാമാണല്ലോ. അപ്പൊ എന്നതുപോലെയാണ് നബിതങ്ങളുടെ ഭാര്യമാർ. അപ്പൊ ഈ പറയുന്ന നിയമം നോക്കൂ, ഈ നിലക്കും തേവീൽ ചെയ്യാൻ വകുപ്പില്ല. അത് വേറെ എന്തോ ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഉമ്മമാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ വിവാഹം ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ച് വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നൊന്നും പറഞ്ഞ ഒരു നിലക്കും വ്യാഖ്യാനിക്കാനുള്ള വകുപ്പില്ല. അല്ലെങ്കിൽ അതിന്റെ ഹുക്കുമ എന്ത് ചെയ്തു, നസ്ഖ് ചെയ്യപ്പെട്ടു, ഇപ്പൊ അതില്ല, ഇപ്പൊ നിയമം പ്രാബല്യത്തിലില്ല എന്നൊന്നും പറയാൻ പറ്റൂല. പിന്നെ അത് എല്ലാ കാലത്തും അത് യാതൊരു മാറ്റവും കൂടാതെ ആ നിയമപ്രകാരം തന്നെ ഉണ്ടാകും. അതാണ് മുഹ്കം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് മുഫസ്സർ. എന്താണ് മുഫസ്സർ എന്ന് പറഞ്ഞാൽ? വല്ലഫ്ളു ദാലു അലാ മഅനാഹുൽ മഖ്സൂദി മിനസ് സിയാഖ് ബിവുളൂഹിൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മിനസ് സിയാഖ് എന്നുള്ളതാണ്. സന്ദർഭത്തിൽ നിന്ന് എന്നതിന്റെ മേൽ അറിയിക്കുന്ന ലഫ്ദ്. അപ്പൊ ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ നിന്നാണ് എന്താണ് യഥാർത്ഥ ലക്ഷ്യം, അതിന്റെ ഏത് അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവാൻ അർത്ഥം. ബിവുളൂഹിൻ ഔ ഇസ്ദാദ വുളൂഹൻ ബി ബയാനി ദലീലിൻ ആഖർ, അല്ലെങ്കിൽ ഇതിന്റെ വ്യക്തത ഒന്നുകൂടെ വർദ്ധിക്കുന്നത് മറ്റു ചില തെളിവുകൾ വിശദീകരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് മാത്രമല്ല, മുഫസ്സറായ വാക്ക് നസ്ഖിനത് സ്വീകരിച്ചേക്കാം, ലാ തവീല, തവീൽ ഉണ്ടാവൂല. മുകളിൽ പറഞ്ഞ മുഹ്കമായതിൽ നമുക്ക് തവീലും ഉണ്ടാവൂല, ഇജ്തിഹാദും നസ്ഖും ഉണ്ടാവൂല എന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ മുഫസ്സറായ ലഫ്ലാണെങ്കിൽ ചിലപ്പോൾ അതിൽ നസ്ഖ് വന്നേക്കാം, അഥവാ ചിലപ്പോൾ ദുർബലമാക്കപ്പെട്ടേക്കാം, തവീൽ ഉണ്ടാവില്ല. വല ഇജ്തിഹാദ ഫി, അതുപോലെ ഇജ്തിഹാദും പറ്റൂല. അങ്ങനെയുള്ളതായിരിക്കും മുഫസ്സർ. ഉദാഹരണം പറഞ്ഞാല് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا أولئك هم الفاسقون. ഇവിടെ പറയുന്നത് അന്യായമായിട്ട് പിന്നെ പാതിവൃതകളായ പരിശുദ്ധരായിട്ടുള്ള സ്ത്രീകളെ വ്യഭിചാര ആരോപണം നടത്തുന്ന ആളുകളുടെ ശിക്ഷയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ഇല്ലാത്തൊരു കേസ് വിചാര ആരോപണം നടത്തുകയാണെങ്കിൽ അതിനവർക്ക് 4 സാക്ഷികളെ കൊണ്ടുവരാൻ കഴിഞ്ഞതുമില്ല എങ്കിൽ അവരെ 80 തവണ ചാട്ടവാറടിക്കണം എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, അവരിൽ നിന്ന് പിന്നീട് ഒരു കാലത്തും സാക്ഷ്യം സ്വീകരിക്കുകയുമില്ല. അവർക്ക് സാക്ഷിയാകാനുള്ള യോഗ്യത അവിടെ ഇല്ലാതാവുകയും ചെയ്യും. മാത്രമല്ല, അവരെ ഫാസിഖീങ്ങളുടെ ഗണത്തിൽ കൂട്ടപ്പെടുകയും ചെയ്യും. ഇത് സൂറത്തുൽ നൂറിലെ ഒരായത്താണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇപ്പൊ ജിൽദുൽ ഖാദിഫി, ഇവിടെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ഈ വ്യഭിചാര ആരോപണം നടത്തുന്ന ആൾക്കുള്ള ചാട്ടവാറടി, 80 തവണ ചാട്ടവാറടിക്കുക എന്ന് പറഞ്ഞത് ഒരു തരത്തിൽ തവീൽ ചെയ്യാൻ കഴിയില്ല. ഒരു തരത്തിലും ബിസിയാത്തിൻ ഔ നഖ്സിൻ. ഒന്നുകിൽ അതിന്റെ 80 അടി എന്നുള്ളത് 75ആയി പിന്നെ ചുരുക്കാനോ അല്ലെങ്കിൽ അതിനെ 90ആയി വർദ്ധിപ്പിക്കാനോ ഒന്നും ഒരു തലത്തിലും തവീൽ ചെയ്യാൻ നമുക്ക് പറ്റൂല. പക്ഷെ ഒരു പക്ഷേ അതെന്തായേക്കാം, നസ്ഖ് ചെയ്യപ്പെട്ടേക്കാം. ഇനി ഉണ്ടാവില്ല. ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തെ കുറിച്ചാണ് ആ പറഞ്ഞത് കേട്ടോ. അതിന് കാരണം എന്താന്ന് വെച്ചാൽ അതിന് നമുക്ക് സിയാഖിൽ നിന്ന് പിന്നെ സിയാഖിൽ നിന്ന് അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്, ഇതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ കൗനിഹി അതതൻ മുഹദ്ദദ, കാരണം അതൊരു കൃത്യമായ നിശ്ചയിക്കപ്പെട്ട ഒരു എണ്ണമാണ് 80 അടി. അപ്പൊ അതിനേക്കാൾ കുറയൂല കൂടൂല. വൈൻഖാൻ ഹാദൽ ഹുക്മു ഖാൻ എഹ്തമലു നസ്ഖ ഫീ സമനിൻ നബുവത്തി. കണ്ടോ, ഇവിടെ ഇത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ അഥവാ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള നിയമം അത് നസ്ഖ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നസ്ഖിനെ സ്വീകരിച്ചേക്കാം. അത് അവിടെ പറഞ്ഞു, നസ്ഖിനെ ചിലപ്പോൾ സാധ്യതയുണ്ട്, പക്ഷെ തവീൽ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇതിനെ ഇനി വേറെ എന്തെങ്കിലും ആയിട്ട് വ്യാഖ്യാനിക്കാനുള്ള ഒരു വകുപ്പ് ഉണ്ടാവില്ല. കാരണം വളരെ വ്യക്തമാണ്, ഇവിടെ 80 അടി എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 80-ന് 75 ആക്കാനോ 90 ആക്കാനോ അങ്ങനെ വ്യാഖ്യാനിക്കാനോ ഒന്നും യാതൊരു വകുപ്പും. ഇനി വേറെ ഒന്നാണ് എന്ത് നസ്സ് എന്ന് പറയുന്നത്. എന്താ നസ്സ് എന്ന് പറഞ്ഞാല് വമാ യദുല്ലു അലാ മഅനാഹു അസ്വാലതൻ മഅ ഇഹ്തിമാലി തഅവീലി. കണ്ടോ, മുകളിൽ പറഞ്ഞിട്ടുള്ള മാറ്റം ഈ വാക്കാണ്. ഇത് തഅവീലിന് സാധ്യതയുണ്ട്. മുകളിൽ പറഞ്ഞോടത്ത് എന്തുണ്ടായിരുന്നു? മുകളിൽ പറഞ്ഞോടത്ത് തഅവീലിന് സാധ്യതയില്ലല്ലോ. നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഇവിടെ തഅവീൽ പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ ഇതിൽ തഅവീൽ പറ്റും. തഅവീൽ സാധ്യതയുള്ളതോടുകൂടെ തന്നെ
അസ്ലിയായിട്ട് ഒരു കാര്യത്തിന്റെ മേൽ അറിയിക്കുന്ന വാക്കിനാണ് നസ് എന്ന് പറയാം. ഉദാഹരണം പറഞ്ഞാല് നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ. കച്ചവടത്തെ അള്ളാഹു തആല ഹലാലാക്കി, പലിശയെ അള്ളാഹു തആല ഹറാമാക്കുകയും ചെയ്തു. ഈ ആയത്തില് വ്യക്തമാണ്, ലാഹിറത്തുൻ ഫിഹാ ദലാലത്തു അലൽ ഹില്ലി അലാ ഹില്ലിൽ ബൈഇ എന്നായിരിക്കും അല്ലെ. അതെ, വൽ ഹുർമത്തി, ഹറാമായ കാര്യവും ഹലാലായ കാര്യവും വ്യക്തമായതിൽ പറയുന്നുണ്ട്. ഹലാലായത് കച്ചവടമാണ്, ഹറാമായത് പലിശയാണ്. ولكنها نص في التفرقة بينهما لأن هذه التفرقة هي المعنى المقصود أصلا من نزول الآية الذي دل عليها أولها، ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا، ويعرف قصد الشارع من الآية من سياقها ومن سبب نزولها. അതായത് ഇവിടെ ഇപ്പോ പിന്നെ കച്ചവടം ഹലാലാണ്, പലിശ ഹറാമാണ്. ഇതാണ് ഇപ്പൊ നമ്മുടെ വിഷയം. ആ വിഷയം നമുക്ക് വ്യക്തമാകുന്നത് സന്ദർഭത്തിൽ നിന്നാണ്. എങ്ങനെ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവാന്ന് വെച്ചാല്, ഇവിടെ പിന്നെ അതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തും കൂടി മനസ്സിലാക്കുമ്പോൾ അത് റെഡി ആവുകയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ ആയത്ത് നസ്സാണ് ഏത് വിഷയത്തിൽ? ഫിത്തിഫിരിഖത്തി ബൈനഹുമ, പലിശയുടെയും കച്ചവടത്തിന്റെയും ഇടയുള്ള മാറ്റം. കാരണം ഈ തെഫീഖത്താണ്, പലിശയും കച്ചവടവും തമ്മിലുള്ള മാറ്റമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അസുലിയായ ഉദ്ദേശം. ഈ ആയത്ത് ഇറങ്ങുന്നതിന്റെ തന്നെ ഉദ്ദേശം അതാണ്. അത് അവിടുന്ന് കിട്ടി. അത് ഇതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറയുന്നത്, ഈ കുഫാറുകളായ ആളുകൾ പറഞ്ഞു ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ, കച്ചവടം പലിശയെ പോലെ തന്നെയാണ്. വെച്ചാൽ രണ്ടും ഒരു തരത്തിലുള്ള കച്ചവടം തന്നെയാണല്ലോ എന്നാണ് അവരുടെ വാദം. എന്താ, പലിശ നടത്തിയാലെന്നുണ്ടാവും, നമുക്ക് അത് പണം കടം കൊടുക്കുന്ന ആൾക്ക് പൈസ കൂടുതൽ കിട്ടും. അപ്പൊ അത് ആ തരത്തിലുള്ള ഒരു കച്ചവടം തന്നെയല്ലേ. കച്ചവടം നടത്തുമ്പോൾ അതിൽ ലാഭം ഉണ്ടായിട്ട് എന്ത് ചെയ്യും, കൂടുതൽ കച്ചവടം നടക്കുമ്പോൾ ലാഭം ഉണ്ടായിട്ട് അവന് പണം നേടുന്നു. ഇതിലാവുമ്പോ എന്താവും, പലിശ മുഖേന അവർ ലാഭം നേടുന്നു. ഇപ്പൊ രണ്ടും സെയിം തന്നെയല്ലേ എന്ന് ഒരു പറഞ്ഞു. അപ്പോഴാണ് അള്ളാഹു താല പറഞ്ഞത് അല്ല, അത് രണ്ടും സെയിം അല്ല. കാരണം എന്താ, ഇതിൽ ബൈ അള്ളാഹു താല ഹലാലാക്കിയ കാര്യമാണ്, പലിശയെ അള്ളാഹു താല ഹറാമുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കച്ചവടവും റിബയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ കാര്യമായി വിശദീകരിക്കുന്നത്. അത് എവിടുന്ന് കിട്ടുന്നുണ്ട്? ഇതിന്റെ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ആയത്ത് നോക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, ഈ സന്ദർഭത്തിൽ നിന്നാണ് ഈ പറയുന്ന ആശയം കിട്ടുന്നതെന്ന് വ്യക്തമാകുന്നത്. അപ്പൊ ഷാരിന്റെ ഇവിടുത്തെ ഉദ്ദേശം എന്താണ്? യൂറഫ് ഖസ്തുഷാരി മിനൽ ആയത്തി മിൻ സിയാഖിഹാ വ മിൻ സബബി നുസൂലിഹാ, ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നോ അതിന്റെ സിയാഖിൽ നിന്നൊക്കെയാണ് പിന്നെ ഈ കച്ചവടം ഹലാലാണ് മറ്റേത് ഹറാമാണ് എന്ന വിഷയം കിട്ടുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തില്ല, നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ തെവീലിന് സാധ്യതയുണ്ട്. വേണമെങ്കിൽ തെവീൽ ചെയ്യാം, അത് കച്ചവടവും റിബയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞതല്ലേ എന്നൊക്കെ തെവീൽ ചെയ്യാനുള്ള വകുപ്പ് അവിടെ ഉണ്ട്. പക്ഷെ അസുലിയായിട്ട് ഈ പറഞ്ഞ മാനയുടെ മേൽ അറിയിക്കുന്നുണ്ട്, പലിശ ഹറാമാണ്, പലിശ ഹറാമാണ്, കച്ചവടം ഹലാലാണെന്ന് അസുലിയായ വിഷയത്തിന്റെ മേൽ അറിയിക്കുന്നുമുണ്ട്. ഇതാണ് രണ്ടും തമ്മിലുള്ളൊരു ചെറിയ മാറ്റം. ഇനി മറ്റൊന്നാണ് ഏത്? ലാഹിർ. ലാഹിർ എന്ന് പറഞ്ഞാൽ എന്താ? ലാഹിർ എന്ന് പറഞ്ഞാല് وما يفهم بمجرد القراءة ويحتمل التأويل ويخصص ويقيد ويعمل بظاهره. അതും ഇപ്പോ ഒരു ലഫ്ദിന്റെ ദലാലത്ത്, ഒരു ലഫ്ദിന്റെ മാന അറിയിക്കൽ എങ്ങനെയാണ്? ഹുവമാ യഫ്ഹമു ബി മുജറദിൽ ഖിറാഅത്തി, കേവല വായന കൊണ്ട് തന്നെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാകും എന്നല്ല. തഅ്വീലിന് സാധ്യതയുണ്ട്. ആണെങ്കിൽ തൊട്ട് മുകളിൽ പറഞ്ഞതിലും തഅ്വീൽ സാധ്യതയുണ്ടായിരുന്നു, ഇതിനും തഅ്വീൽ പറ്റും. യുഖസ്സസു, അതുപോലെ തഖ്സീസ് ചെയ്യപ്പെടും. അഥവാ ഇതിൽ പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ വേറെ ചില വാക്കുകളെ കൊണ്ട് അത് ഇന്നതിന് മാത്രമാണ് എന്ന് തഖ്സീസ് ചെയ്യപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറഞ്ഞ വാക്ക് മറ്റൊന്നുകൊണ്ട് കൈത് വെക്കപ്പെടാൻ പറ്റും, ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വെക്കപ്പെടാൻ പറ്റും. എന്നിട്ട് അതിനെ ലാഹിർ കൊണ്ട് അമൽ ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ പറഞ്ഞതൊക്കെ അതിൽ കുറെ ടേംസുകൾ ഉണ്ട്, ഈ തഅ്വീൽ, അതുപോലെ തഖ്സീസ്, അതുപോലെ കൈത്. ഇതെല്ലാം മനസ്സിലായെങ്കിലേ കൃത്യമായിട്ടത് മനസ്സിലാവുള്ളൂ. എന്നാലും ഏകദേശം നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും എന്ന് കരുതുന്നു. ഉദാഹരണം പറയുമ്പോൾ ഒന്നുകൂടെ വ്യക്തത കിട്ടും. എന്താ അതിൽ പറയുന്നത്? وإن خفتم ألا تقسطوا في اليتامى فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع فإن خفتم ألا تعدلوا فواحدة أو ما ملكت أيمانكم ذلك أدنى ألا تعولوا. സൂറത്തു നിസായിലെ 3-ാമത്തെ സൂക്തം. ഇതില് നിങ്ങൾ നോക്കൂ, ഈ ആയത്തിന്റെ നസ് ലാഹിറാണ് ഇതിന്റെ മേലില്.
ഒരു മനുഷ്യന് ഒന്നിൽ കൂടുതൽ അഥവാ ബഹുഭാര്യത്വം അനുവദനീയമാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന ആ അറിയിക്കൽ ലാഹിറാണ്, ആയത്തിൽ നിന്നുള്ള ലാഹിറാണ്. ലാഹിറാണെന്ന് പറയാൻ കാരണം ഹാദൽ മഅന ഗൈറു മഖ്സൂദുൻ അസ്ഹാലത മിൻ സിയാഖിൽ ആയത്തി. കാരണം ഈ ആയത്തിനെ കൊണ്ടുവന്നതിന്റെ അതിന്റെ സിയാഖ് അഥവാ അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന്റെ അസ്ലിയായ ലക്ഷ്യം അല്ല, ഈ മാനല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത അസ്ലിയായ ലക്ഷ്യം എന്താണ്? മീൻ സിയാഖിൽ ആയത്ത്, ഈ പറയുന്ന ആയത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് കിട്ടുന്ന അസ്ലിയായ ലക്ഷ്യം ഇബാത്തു തഅദ്ദുദി ഇലാ ഹദ്ദി അർബൈ സൗജാത്തിൻ ഇൻദ അംനിൽ ജൗരി ബൈനഹുന്ന. ഇതാണ് വിഷയം. ഈ ഭാഗം അവിടെ ഉൾപ്പെട്ടിട്ടില്ല. അഥവാ നിങ്ങൾ ഈ പറയുന്ന എത്തിമക്കളെ കുറിച്ചൊക്കെയാണ് ആ വിഷയം ചർച്ച ചെയ്യുന്നത് എൻ്റെ ഓർമ്മ. അപ്പോ അങ്ങനെയാണെങ്കിൽ എത്തിമക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ, അവരോട് നീതി പുലർത്തുന്ന കാര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെടുന്നതിന് അത് എവിടെ പറയുന്നുണ്ടല്ലോ, ഇവിടെ അല്ലാ തുഖ്സിതു ഫിൽ യതാമ, നീതി പുലർത്താനാകില്ല നിങ്ങൾ ഭയപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്തു? എത്തിമക്കളെ ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്യുന്നതിന് പകരം മറ്റു എത്തീമുകളല്ലാത്ത സ്ത്രീകളെ നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങളെ ഇഷ്ടം പോലെ 2, 3, 4 വരെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം. എപ്പോൾ മാത്രം അവിടെ ഒരു നിബന്ധന കൂടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അവർക്കിടയിൽ നീതി പുലർത്താനാകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നില്ല എങ്കിൽ, ഭയപ്പെടുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഫവാഹിദത്തുൻ, അപ്പോൾ ഒറ്റ ഭാര്യയെ മാത്രമേ വിവാഹം ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ത് മാത്രമാണ്? നിങ്ങൾക്ക് ബഹുഭാര്യത്വം അനുവദനീയമാണ് എപ്പോൾ? ഇന്ത അമ്നിൽ ജൗരി ബൈനഹുന്ന, അവർക്കിടയിൽ ഒരു തരത്തിലുള്ള അക്രമവും ഉണ്ടാകൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. അപ്പൊ അവരോട് ഏതെങ്കിലും തരത്തിലുള്ള നീതി കേട് വരുമോ എന്ന പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വിവാഹം ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ഇപ്പോൾ ഉള്ള എന്താണ്? അസുലിയായിട്ട് സിയാഖിന്റെ ആയത്തെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബഹുഭാര്യത്വം അനുവദനീയമാണ് എന്ന് പറയുന്ന ആയത്തിന്റെ എന്നല്ല ഈ പറയുന്ന ആയത്തിന്റെ ലാഹിർ. ആയത്തിന്റെ ലാഹിർ എന്താണ്? നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വിവാഹം ചെയ്യണമെങ്കിൽ, അനുവദനീയമാകണമെങ്കിൽ അവിടെ എന്തു വേണമെന്ന് പറയലാണ്? അവർക്കിടയിൽ യാതൊരു തരത്തിലുള്ള അക്രമവും ഉണ്ടാവൂല എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് വേണം എന്നതാണ് ഇവിടുത്തെ ആയത്തിന്റെ ലാഹിർ. രണ്ടും തമ്മിൽ മാറ്റമുണ്ട്, മനസ്സിലായല്ലോ? ഇതാണ് ലാഹിർ. ലാഹിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കൈത് വെക്കപ്പെടും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കൈത് വെക്കപ്പെടുകയാണ് ഇപ്പൊ ഇവിടെ. എന്ത്? പിന്നെ ബഹുഭാര്യത്വം നിങ്ങൾക്ക് അനുവദനീയമാകണമെങ്കിൽ ഈ പറയുന്ന കൈത് വേണം. ഏത്? അംനുൽ ജൗരി ബൈനഹുന്ന, അവർക്കിടയിൽ യാതൊരു തരത്തിലുള്ള പിന്നെ നീതികേടുകളും ഉണ്ടാകൂല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്ന്. അപ്പൊ ആവട്ടെ, ഇതാണ് ഇപ്പൊ അതിന്റെ സംഗതി. ഇനി അൽഫാദു മിൻ ഹൈസുൽ ഗുമൂദി. ഇനി ഗുമൂദിന്റെ അടിസ്ഥാനത്തിൽ, ഗുമൂദ് പറഞ്ഞാൽ ഒരു അവ്യക്തത, ആംബിഗിറ്റി എന്ന് പറയാലോ, അവ്യക്തതയുടെ അടിസ്ഥാനത്തിലുള്ള ലഫ്തുകൾ ഏതെല്ലാം? നേരത്തെ പറഞ്ഞ വുളൂഹിന്റെ വിഷയത്തിലാണ്. ഒരു കാര്യം എന്തിനെ അറിയിക്കുന്നു എന്ന് ഖുറാനിൽ പറയുന്ന ഒരു ലഫ്ത് എന്തിനെ അറിയിക്കുന്നു എന്നതിന്റെ വ്യക്തതയുടെ തോതനുസരിച്ച് അതിന് പല പേരുകളുണ്ട്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ വ്യത്യസ്തമായ പേരുകൾ. അതിൽ പെട്ടതായിരുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞ ലാഹിർ, അതേപ്രകാരം നസ്, അതുപോലെ മുഹ്കം, മുഫസ്സർ ഒക്കെ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ആംബിഗിറ്റിയാണ് അഥവാ അവ്യക്തതയുടെ വിഷയത്തിൽ എടുത്തു നോക്കുമ്പോൾ ചില അൽഫാദുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏതെല്ലാം? ഒന്ന് തന്നെ മുത്തശാബഹാണ്. എന്താ മുത്തശാബഹ് എന്ന് പറഞ്ഞാൽ? ലഫ്ദുൻ ഖഫിയുൽ മുറാദി മിൻഹു, അതിന്റെ ലക്ഷ്യം എന്താന്ന് വ്യക്തമല്ല, അവ്യക്തമാണ്. ഖഫിയന അവ്യക്തമാണ്. വല സബീല ലീദറാക്കിയത് മനസ്സിലാകാൻ യാതൊരു മാർഗവുമില്ല. ഉദാഹരണം, ചില സൂറത്തുകളുടെ പ്രാരംഭത്തിലുള്ള അലിഫ് ലാം മീം, അലിഫ് ലാം റ, ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. ഖുർആനിൽ തന്നെ ഒരു ആയത്തിൽ പറയുന്നത് അതിന്റെ അറിവ് അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്കത് അറിയാനുള്ള മാർഗ്ഗമില്ല. അതാണ് ഇവിടെ വല സബീല ലീദറാക്കി എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ നമുക്കറിയില്ല. അപ്പൊ ഖുർആനിൽ അങ്ങനത്തെ ചില ഭാഗങ്ങളുണ്ട്, അത് നമ്മൾ അറിയാൻ പിന്നെ ഉദ്ദേശിച്ച് ഖുർആനിൽ ഇറക്കിയതല്ല, അതിന് വേറെ ചില ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് അവിടെ എന്ത് പറഞ്ഞത്? സബീലുഹു തവഖുഫു മിൻ ഗൈരി ഖൗലിൻ ഫീഹി. അപ്പൊ അവിടെ ഉള്ള മാർഗം എന്ത് മാത്രമാണ്? നമ്മൾ ആ വിഷയത്തിൽ ഒന്നും ഇടപെടാതെ അതിൽ എന്താ പറയുന്നതിന്റെ ഉദ്ദേശം എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കലാണ്. അതുകൊണ്ടാണ് മുഫസ്സിറുകളൊന്നും അത്തരം ഭാഗങ്ങൾ വരുമ്പോ അള്ളാഹു അഅലമു ബി മുറാദിഹി ബിദാലിക്, അതുകൊണ്ടുള്ള അറിവ് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞ് അവർ വല്ല കണ്ട് ഒഴിഞ്ഞു മാറലാണ് പതിവ്. കാരണം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അറിവ് പഠിച്ചവന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് വളരെ തുച്ഛമായ ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, ഈ മുതശാബിഹായ ഭാഗങ്ങൾ. ഈ അടുത്തൊരു ഭാഗമാണ് മുജ്മൽ. എന്താ മുജ്മൽ എന്ന് പറഞ്ഞാല്? ലഫ്ദുൻ യഹ്തവി ഇദ്ദത അഹ്കാമിൻ,
ഒരുപാട് ഹുക്കുമുകളുടെ മേൽ ഉൾക്കൊള്ളുന്ന ലഫ്ലാണ് പിന്നെ എന്ത് മുജ്മൽ എന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ വലാ താരിഫു ഇല്ലാ ബിൽ ബയാനി, അതിനൊരു വിശദീകരണം ഉണ്ടെങ്കിൽ അല്ലാതെ അക്കാര്യം മനസ്സിലാവില്ല. ഉദാഹരണം പറഞ്ഞാൽ സ്വലാത്ത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് നിസ്കാരം എന്നാണോ അർത്ഥം? ചിലപ്പോ നിസ്കാരം എന്ന അർത്ഥം ഉണ്ടാവും, ചിലപ്പോ അതിന് വേറെയും ചില അർത്ഥങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ആര് വിശദീകരിക്കണം? അത് പിന്നെ ബയാൻ ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ നബി തങ്ങൾ വിശദീകരിച്ചാല് അത് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഇതാ നിങ്ങൾ പറഞ്ഞു അഖീമുസ്വലാ എന്ന് പറഞ്ഞാൽ നിസ്കാരം നിങ്ങൾ നിർവഹിക്കുക എന്നാണ് ഇപ്പൊ അതിൽ കിട്ടുള്ളൂ. അപ്പോ ഈ സ്വലാത്തു ഇസ്തിലാഹുൻ ശർഈൻ മുജ്മലുൻ. അപ്പൊ ഇവിടെ ഈ സ്വലാത്ത് എന്ന് പറയുന്നത് ഒരു മുജ്മലായ ലഫ്ളാണ്. മുജ്മലായ ദലാലത്തിന്റെ മേലിലാണ് അറിയിക്കുന്നുള്ളൂ എന്നർത്ഥം. കാരണം നിസ്കാരം നിർവഹിക്കുക എന്നുണ്ട്, പക്ഷേ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. നിസ്കാരം നിർവഹിക്കുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് മുജ്മലാണ്. അപ്പൊ അവിടുന്ന് ബയാൻ കിട്ടിയത്, ബയാൻ റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിച്ചു. ഇതാ നിങ്ങൾ ഞാൻ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കൂ എന്ന് പറഞ്ഞ് നബിതങ്ങൾ നിസ്കരിക്കേണ്ട ഓരോ രൂപങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാം, റുക്കൂ, സുജൂദ്, ഇഅ്തിദാൽ, തഹിയ്യാത്ത് ഓരോന്നും കാണിച്ചു തന്നപ്പോഴാണ് എന്തായത്, നമുക്ക് എന്താണ് നിസ്കാരം എന്ന് മനസ്സിലായത്. അപ്പൊ ഇവിടെ നിസ്കരിക്കൂ എന്ന് പറയുന്ന അഖീമുസ്വല എന്ന് പറയുന്ന ഈ സ്വലാത്ത് ഇവിടുത്തെ എന്താണ്, ഒരു മുജ്മലായ ലഫ്ദ് മാത്രമാണ്. അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് നമുക്കറിയില്ല. അപ്പൊ അതാണ് ഫലാ യഅരിഫു അൽ മുറാദു മിൻഹു, അതുകൊണ്ടുള്ള ഉദ്ദേശം മനസ്സിലാവില്ല ഇല്ലാ ബഅദ ബയാനി ശാരിഇ, ശാരിഇന്റെ വിശദീകരണം കൂടാതെ. അങ്ങനെയാണ് ഫജാഅ റസൂൽ വബയ്യന അഹ്കാമുസ് സ്വലാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലായി പറഞ്ഞയച്ചു. അവരെന്ത് ചെയ്തു? അതിന്റെ അഹ്കാമുകൾ വിശദീകരിച്ചു. ഇതാണ് ഖുർആനിലൊരിടത്ത് പറയുന്നുണ്ട്, നബിയെ നിങ്ങളെ നമ്മൾ അയച്ചത് ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, ജനങ്ങളിലേക്ക് ഇറക്കപ്പെട്ട വിശുദ്ധമായ ഗ്രന്ഥത്തെ നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതേപോലുള്ള മുജ്മലായ പദങ്ങൾ, അഖീമുസ്വലാത്ത പോലെയുള്ള മുജ്മലായ പദങ്ങൾ, അപ്പൊ അതുപോലെ നിങ്ങൾ നോമ്പ് നിർവഹിക്കുക ഒക്കെ പോലെയുള്ള പദങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ മുജ്മലായ പദങ്ങളാണ്. അതിന്റെ ഉദ്ദേശം എങ്ങനെയൊക്കെയാണ് നിർവഹിക്കേണ്ടത് എന്ന് നിബിധങ്ങൾ വിശദീകരിച്ചു തന്നതാണ്. അപ്പൊ ഇതിനാണ് മുജ്മൽ എന്ന് പറയുക. ഓക്കെ, ഇനി മറ്റൊന്ന് മുഷ്കിലാണ്. എന്താണ് മുഷ്കിൽ എന്ന് പറഞ്ഞാൽ, അത് ഹുവ ലഫ്ദുൻ ഫീഹി ഖഫാഉൻ നാശിഉൻ അനി സിഗതി, ആ വാക്കിലുള്ള അതിൽ ഉപയോഗിച്ച പദത്തിനെ തൊട്ടുണ്ടാകുന്ന നാശീകരണം ഉണ്ടാകുന്ന, അതിന് തൊട്ടുണ്ടാകുന്ന ചില അവ്യക്തതകളാണ് ഈ പറയുന്ന മുഷ്കിൽ ഉണ്ടാവുക. വലാ യുദ്റകു ഇല്ലാ ബിൽ ഇജ്തിഹാദി, അപ്പൊ അത് ഇജ്തിഹാദ് ഗവേഷണം കൊണ്ടല്ലാതെ കാര്യം എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലാവില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഖുർആൻ എന്ന് പറയാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ 228-ാമത്തെ സൂക്തം ഇത് കാണാം. വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുറൂ, ത്വലാഖ് ചൊല്ലപ്പെട്ട, മൊഴി ചൊല്ലപ്പെട്ട സ്ത്രീകൾ അവരെന്ത് ചെയ്യണം? കാത്തിരിക്കണം, അവരുടെ ശരീരത്തെ 3 ഖുർആൻ കഴിയോളം കാത്തിരിക്കണം. എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് പിന്നെ ഈ ഖുർആനെ കുറിച്ച് മാത്രം പഠിച്ചിട്ട് അതുപോലെ പിന്നെ മറ്റൊക്കെ ഇസ്ലാമിനെ കണ്ടെത്തിയ എത്രയോ ആളുകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ, ഒരു വിവാഹം കഴിഞ്ഞാൽ അടുത്ത വിവാഹം ചെയ്യുന്നതിന്റെ മുമ്പേ അവര് ഇദ്ദ ഇരിക്കുക എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇദ്ദ ഇരിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ മുൻ ഭർത്താവിൽ നിന്ന് അവരുടെ യാതൊന്നും തന്റെ ഗർഭാശയത്തിൽ ബാക്കിയില്ല എന്ന് ഉറപ്പുവരുത്തലാണ് അതിന്റെ ഒരു പ്രാഥമിക ലക്ഷ്യമായിട്ട് പറയാറുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നിയമം പറഞ്ഞ് നമ്മൾ എന്തായാലും അംഗീകരിക്കണം, അതിന്റെ ലക്ഷ്യം അറിഞ്ഞാലും ഇല്ലെങ്കിലും ഏതായാലും അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് മാത്രം പഠിച്ചിട്ട്, അല്ലെങ്കിൽ ഈ യുദ്ധ ഇരിക്കേണ്ട കാലഘട്ടം അതിനെക്കുറിച്ച് മാത്രം പഠിച്ചിട്ട് ഇസ്ലാമിനെ കണ്ടെത്തിയ ആളുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ 3 ഖുർആൻ യുദ്ധ ഇരിക്കണം എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, അത് എന്താണെന്നുള്ളത് വ്യക്തമായ ഒരു ആ സീകയെ തൊട്ട്, ഈ ഖുർആൻ എന്ന് പറയുന്ന പദത്തിനെ തൊട്ട് ഒരു അവ്യക്തതയുണ്ട്. എന്താന്ന് വെച്ചാൽ ഖുർആൻ എന്ന് പറയുന്ന പദം ഒരു മുസ്തറക്കായ, രണ്ടിനും ഉപയോഗിക്കാൻ പറ്റുന്ന പദമാണ്. എന്ന് വെച്ചാൽ 2 മാനറിന് ഏതാ, ഒന്ന് ശുദ്ധി എന്ന് അറിയിക്കാം, ഹൈദ് എന്നിനെയും അറിയിക്കാം. അപ്പൊ ഹൈദിനെയും ഹൈദിന്റെ ഇടയിലുള്ള ശുദ്ധിയെയും അറിയിക്കുന്ന പദമാണ് ഖുർആൻ. അപ്പൊ ഇത് 3 ഖുർആൻ നിങ്ങൾ എന്ത് ചെയ്യണം, ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ അടുത്ത വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പായിട്ട് കാത്തിരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ തൊഹറാണോ ഉദ്ദേശിച്ചത്, ഹൈലാണോ ഉദ്ദേശിച്ചത്, അത് ഡൗട്ടായി. അതാണ് ഞാൻ ഈ പറഞ്ഞത്, സീകയെ കുറിച്ചുണ്ടാകുന്ന ചില ഖഫാവുകൾ, അവ്യക്തതകൾ, അത് ഇജ്തിഹാദ് നടത്തുമ്പോഴേ എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിന് യോഗ്യരായ ആളുകൾ വേണം. അതാണ് പണ്ഡിതന്മാർ അഥവാ ഫുഖഹാക്കൾ അവർ ഇജ്തിഹാദ് നടത്തിയത്. അപ്പോ അതുകൊണ്ടാണ് ഹനഫി മദ്ഹബുകാർ അഥവാ ഇമാം അബു ഹനീഫ റഹിമഹുല്ല അവർ ഈ ഖുർആൻ എന്നതിന്റെ പദം ഹൈലാണെന്ന് വിവരിക്കുന്നവരാണ്. നമ്മുടെ ഇമാമായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറയുന്നു ഖുർആൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുഹറാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്താവും, ഒരു വിവാഹം കഴിഞ്ഞ്
അയാള് അടുത്ത വിവാഹം തൊലാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത വിവാഹം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഹൈല്, ഒരു ശുദ്ധി, ഒരു ഹൈല്, അങ്ങനെ ആ രൂപത്തിൽ 3 നമ്മുടെ മതഹബ് പ്രകാരം 3 ശുദ്ധി എന്താണ് കഴിഞ്ഞു കിടക്കണം. അപ്പോഴാണ് എന്ത് ചെയ്യുക, ഒരു ഇദ്ദ അവിടെ പീരിയഡ് അല്ലെങ്കിൽ ഇദ്ദയുടെ ഒരു ടൈം ഡ്യൂറേഷൻ കഴിഞ്ഞു കിടക്കുക എന്ന്. ഇവിടെ ഈ പ്രയോഗിച്ച ഖുർആൻ എന്ന് പറയുന്ന പദം ഇത് നേരത്തെ പറഞ്ഞ ഈ മുഷ്കിൽ എന്ന ഗണത്തിൽ പെടുത്താൻ പറ്റിയതാണ് എന്നാണ് പറഞ്ഞതിന്റെ സാരം. ഇപ്പൊ ഈ ഉദാഹരണങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. മറ്റൊന്ന് ഖഫിയാണ്. ഇത് ഖഫി എന്ന് പറഞ്ഞാൽ ഹുവ ലഫ്ളുൻ യദുല്ലു ദലാലതൻ ളാഹിറതൻ ലക്കിന്നഹ തഹ്താജു ലിതഹ്ഖീഖിൽ മനാത്തി ലിതബയ്യുനി ഇൻതിബാഖിഹ അലാ ബഅദി അഫ്റാദിഹ. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, ചില ഒരു ലഫ്ളാണത്, അത് ലാഹിറായിട്ട് ഒരു കാര്യത്തിന്റെ മേലിൽ അറിയിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും ലാക്കിന്ന തഹ്താജു തഹ്ഖീഖിൽ മനാത്തി ലിതബയ്യുനി ഇൻതിബാഖിഹ അലാ ബഅദി അഫ്റാദിഹ. ചില ഫർദുകളുടെ മേലിൽ ആ കാര്യം പിന്നെ പൂർണ്ണമായിട്ടും മുൻതബിഖാണോ എന്ന് വ്യക്തമാവാൻ ചില തഹ്ഖീഖുകൾ ആവശ്യമായി വരും. ഉദാഹരണം പറഞ്ഞാല് വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ അയ്ദിയഹുമാ എന്ന് പറയുന്ന ആയത്ത്, അതിപ്പോ പിന്നെ അതിൽ പറയുന്നത് മോഷ്ടിച്ച ആണിനെയും മോഷ്ടിച്ച പെണ്ണിനെയും അവരുടെ കൈകൾ മുറിച്ചു കളയണം എന്നാണ് സൂറത്തുൽ മാഇദയിൽ പറയുന്നത്. ഇവിടുത്തെ സാരിഖ് എന്ന് പറയുന്ന പദമാണ് ചർച്ച. ഈ സാരിഖ് എന്നാൽ മോഷ്ടാവ് എന്നാണുള്ള അർത്ഥം. പക്ഷെ ഇതിന്റെ ഡെഫിനിഷൻ എന്താ നമ്മൾ പറയാ? അപ്പൊ അതിന്റെ ദലാലത്ത് ഇവിടെ ദലാലത്ത് വാളിയത്താണ്. കാരണം സിരിഖത്ത് എന്ന് സാധാരണ ശറയിൽ പറയാറുള്ളത് അഖ്ദു മാലി മുതഖവ്വിമിൻ മൻഖൂലിൻ മംലൂക്കിൽ ഗൈരി ഖുഫിയതൻ മിൻ ഹിർസി മിസ്ലിഹി. അതിനാണ് സാധാരണ നമ്മൾ മോഷണം എന്ന് പറയാ. അഥവാ ഒരു സമ്പത്ത് അത് എടുക്കുക. എങ്ങനെ എടുക്കുക? അത് ഒരു വിലയുണ്ട് എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ ഒരു നിസ്വാബ് എത്തിയെങ്കിൽ മാത്രമേ നമ്മൾ മോഷ്ടിച്ച ആളുകളെ കൈവട്ടാറുള്ളൂ. അപ്പൊ അത്രയുള്ള ഒരു നിസാബ് എത്തുന്ന രൂപത്തിലുള്ള ഒരു വിലപിടിപ്പുള്ള സാധനമാണ് എടുത്തത്. അതന്നെ മങ്കൂലുൻ മംലൂക്കുലിൽ ഗൈരി, മറ്റൊരാളിലേക്ക് ചേർക്കപ്പെടുന്ന ഉടമസ്ഥയിലുള്ള സാധനമാണ്. അതന്നെ അയാൾ അറിയാതെ എടുത്തതാണ്. അതന്നെ അത് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്തതാണ്. അപ്പൊ ചുരുക്കത്ത് പറഞ്ഞാൽ ഒരാൾ അറിയാതെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ അറിയാതെ മറ്റൊരാളുടെ ഉടമസ്ഥയിലുള്ള ഒരു സാധനം അത് തന്നെ എന്താണ് നിശ്ചിതമായ ഒരു നിശ്ചയിക്കപ്പെട്ട ഒരു ഖദർ എത്തുന്ന വിലപിടിപ്പുള്ള ഒരു സാധനത്തെ മോഷ്ടിച്ചെടുക്കുന്നതിനാണ് എന്ത് പറയാ, സമ്പത്ത് മോഷ്ടിച്ചെടുക്കുന്നതിനാണ് സിരിഖത്ത് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഈ വാക്ക് ഇപ്പൊ ഇവിടെ ഇതാണ് നമ്മൾ പറഞ്ഞത്, വലാകിന്നൽ ഫുഖഹാ ഇഖ്തലഫു ഫി ഇന്തിബാഖി ഹാദൽ മഅന അലാ സുവരി മിന സിരിഖത്തി. ചില മോഷണത്തിന്റെ പുതിയ കുറെ അപ്ഡേറ്റുകൾ ഉണ്ട്, പുതിയ കുറെ രൂപങ്ങൾ. ആ രൂപത്തിൽ ഇതിനെ നമ്മൾ പിന്നെ ഈ പറയുന്ന നിയമത്തെ എങ്ങനെ ഇന്തിബാഖ് ചെയ്യും, അഥവാ അതിനെ അപ്ലൈ ചെയ്യുന്നിടത്ത് ചിലയിടത്തെല്ലാം ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. ഉദാഹരണം പറയാം, സുമിയത്ത് ബി അസ്മായി നുഹറ, കളവ് പോലെ തന്നെ അറിയപ്പെടുന്ന വേറെ ചില പേരുകളുണ്ട്. ഇപ്പൊ ഉദാഹരണം കൻ നസ്ലി മസലൻ, പോക്കറ്റടി എന്ന് പറയും നമ്മള്. അത് പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ശരിക്കത്തിന്റെ നേരത്തെ പറഞ്ഞ മുകളിൽ പറഞ്ഞ എല്ലാ ഡെഫിനേഷനോടും യോജിച്ചായിക്കൊള്ളണമെന്നില്ല. എന്താ സംഭവം? അഖ്ദുൽ മാലി ബി സുറാത്തിൻ എന്താണ് ഹിഫത്തി എന്നുള്ളത് മിൻ ജുയൂബിൻ നാസീൻ, അതായത് പെട്ടെന്ന് പൊടുന്നനെ ആളുകളുടെ പോക്കറ്റിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കുന്നതിന് ഹുഫിയത്തൻ എന്നായിരിക്കും ഉണ്ടാവുക എന്ന് തോന്നുന്നത്, വ്യക്തമാകുന്നില്ല. ആളുകളുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നതിനാണ് നമ്മൾ ഈ നെഷ്ല് എന്ന് പറയുന്ന പോക്കറ്റ് അടി. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം വരില്ല. എന്താണ് ഈ പോക്കറ്റ് അടിയെ നമ്മൾ ഈ സെരിക്കത്ത് എന്ന വകുപ്പിൽ പെടുത്തിയിട്ട് ഓന്റെ കൈവെട്ടാൻ പറ്റൂല്ലേ എന്നാണ്. ബഅദുൽ ഫുഖഹാ യുഅ്തബറു അൻ നിശാല സാരിഖൻ. ചില ആളുകൾ ഈ നെസ്ല് നടത്തുന്ന പോക്കറ്റ് അടി നടത്തുന്ന ആളെ മോഷ്ടാവിന്റെ അതേ ഗണത്തിലാണ് പെടുത്തുന്നത്. അപ്പൊ അയാളെയും കൈവെട്ടണം എന്നായി. ബഅദുഹും ലം യഅ്തബറു സാരിഖൻ. ചില ആളുകൾ ഇങ്ങനത്തെ ആളെ മോഷ്ടാവാണെന്ന് എണ്ണാറില്ല. വൈന്നമായസ്തേക്കു തഹസീർ എന്ന് വെച്ചാൽ അവനെ വെറുതെ വിടണമെന്നല്ല, അവന് തഹസീർ ഉണ്ടാവും. തഹസീർ എന്ന് പറഞ്ഞാൽ നിശ്ചിതമായി ഒരു ശിക്ഷ ചെയ്യണമെന്ന് കൃത്യമായി പറഞ്ഞ ശിക്ഷകൾക്കുള്ളതിനാണ് ഹദ് എന്ന് പറയാം നമ്മള്. വെച്ചാൽ അതിന്റെ പിന്നെ ശിക്ഷകൾ മുഹദ്ദദായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഇത് തന്നെ ഇപ്പോ ഈ ചില മോഷണങ്ങൾ നിശ്ചിത വിലയുടെ മുകളിലുള്ള ഒരു സാധനം മോഷണം നടത്തിയാൽ അവന്റെ കൈ വെട്ടണമെന്ന് കൃത്യമാണ്. അപ്പൊ അങ്ങനെയുള്ളതിനാണ് നമ്മൾ മുഹദ്ദദായ പിന്നെ ശിക്ഷ എന്ന് പറയുന്നത്. പിന്നെ ഹദ് എന്ന് പറയും. അല്ല നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഏത്,
തഹസീർ എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായ രൂപത്തിൽ ഇങ്ങനെ നിയമം പിന്നെ ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അത് ഓരോ നാട്ടിലെയും ജഡ്ജിമാരും ഖാദിമാര് ഇസ്ലാമിക ഭരണകൂടം ഉള്ളിടത്തും എല്ലായിടത്തും ഖാദിമാരുണ്ടാവുമല്ലോ. അപ്പൊ ഖാദിമാര് അവര് നിശ്ചയിക്കുന്ന പ്രകാരം ഇവന് എന്ത് ശിക്ഷ കൊടുക്കണം എന്ന് അവർ തീരുമാനിക്കുന്ന പ്രകാരമുള്ള ശിക്ഷ നടപ്പിലാക്കലാണ് ചെയ്യുക. അതിനാണ് തഹസീർ എന്ന് പറയുന്നത്. അപ്പോ ഇവന്റെ വിഷയത്തിൽ ഇപ്പൊ ഈ പോക്കറ്റടി നടത്തിയ ആളുടെ വിഷയത്തിൽ ഈ പറയുന്ന ഹദ് നടപ്പിലാക്കാൻ പറ്റുമോ, കൈവെട്ടാൻ പറ്റുമോ? പറ്റൂല എന്നൊരു വിഭാഗം, പറ്റുമെന്നൊരു വിഭാഗം. അവർ പറഞ്ഞത് എന്താണ്, ഈ ഇവിടെ ഈ കളവിന് പറഞ്ഞ ഡെഫിനിഷൻ അത് ഇവിടെ സൂട്ടബിൾ ആവൂല. അപ്പൊ അവിടുന്ന് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂല, ആ രൂപത്തിൽ പണം എടുക്കുന്ന ആളെ പിന്നെ തഹസീർ ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ കൈ വെട്ടുക എന്ന് പറയുന്ന അവന്റെ ഈ ഖത്ഉൽ യദ് എന്ന് പറയുന്ന കൈപ്പത്തി വെട്ടുക എന്ന് പറയുന്ന ഹദ് നടപ്പിലാക്കാൻ പറ്റൂല എന്നാണ് അവർ പറഞ്ഞത്. കാരണം അത് നേരത്തെ പറഞ്ഞ ഈ ഹഫി എന്നതിൽ പെടുത്താൻ പറ്റിയ തരത്തിലുള്ളതാണ്. അപ്പൊ ഏതായാലും ആ വിഷയം ചർച്ച കഴിഞ്ഞു. ഇനി അൽ അവാമിറു വൻ നവാഹി എന്നുള്ളതാണ് അടുത്തൊരു ചർച്ച. അമ്രും നഹിയും, ഖുർആനിൽ ഒരുപാട് കൽപ്പനകളുണ്ട്, വിരോധനകളുണ്ട്. അതിലും ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ നടത്തിയ ചർച്ചകൾ പോലെ ചിലത് വ്യക്തമായിരിക്കും, ചിലത് വ്യക്തമല്ലാത്ത പദങ്ങൾ കൊണ്ടുള്ള ഉണ്ടാവും. അതെല്ലാമാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് ഈ അമ്ര എന്ന് പറഞ്ഞാൽ? തൊലബുൽ ഫീലി അലാ വജ്ഹിൽ ഇസ്തിഅലായി ഉണ്ടാവും. ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തേടലാണ് അലാ വജ്ഹിൽ ഇസ്തിഅലായി, ഇസ്തിഅലായിന്റെ ശൈലിയോടെ. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പിന്നെ എന്താ പറയേണ്ടത്, ഉയർന്ന ആലിയായ ആളിൽ നിന്ന് താഴോട്ട് അങ്ങനെ ഉണ്ടാവുന്ന ശൈലിയിൽ ഉണ്ടാകുന്ന തൊലവുകൾക്കാണ് അമ്ര എന്ന് പറയാം. നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ, നമ്മളൊരു പിന്നെ മുതിർന്ന ഒരാൾ, ഒരു അധ്യാപകൻ ശിഷ്യന്മാരോട് കൽപ്പിക്കും. പക്ഷെ ശിഷ്യൻ ഒരു കാര്യം അധ്യാപകനോട് പറയുകയാണെങ്കിൽ നമ്മൾ കൽപ്പിക്കുക എന്നല്ല പറയാം, നിർദ്ദേശിക്കുക എന്നൊക്കെ പറയാം. അങ്ങനെയുണ്ടല്ലോ, അധ്യാപകന്മാർ ഒരു കാര്യം പറയുമ്പോൾ നീ ഹോംവർക്ക് ചെയ്യണം എന്നാ പറയാ. അതേസമയം പിന്നെ ഒരു വിദ്യാർത്ഥി അധ്യാപകനോട് ഒരു കാര്യം പറയാണ്, ഇപ്പൊ സാറ് നോട്ടൊക്കെ എഴുതി തന്നാൽ നന്നായിരുന്നു അങ്ങനെ പറയാ. അപ്പൊ എന്താണ്, അപ്പൊ അവിടെ ശൈലി മാറി, ചെയ്താൽ നന്നായിരുന്നു. അപ്പൊ അത് ഇസ്തിലായിന്റെ ശൈലിയല്ല. അപ്പോ ഇസ്തിലായിന്റെ ശൈലി എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ഒരാൾ താഴോട്ടുള്ള ഒരാൾ കൽപ്പിക്കുക. അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞിപ്പോ എന്ത്, അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരോട് ഒരു കാര്യം കൽപ്പിക്കുകയാണെങ്കിൽ അപ്പൊ ഇസ്തിലായിന്റെ രൂപമായി. അപ്പൊ അങ്ങനെയുള്ള തേട്ടങ്ങൾക്കാണെന്ന് പറയുന്നത് അമ്ര എന്ന് പറയാ. ഇതേ രൂപത്തിൽ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്തു ആ സംഗതി ഉണ്ടാവും. അപ്പോ സീനിയർ ആയ ഒരാൾ താഴെ ഉള്ള ഒരാളോട് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിനൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നൊക്കെ അങ്ങനത്തെ ശൈലിയാണ് ഉണ്ടാവുക. ഒരു ഇസ്തിലായിന്റെ ഫീലിംഗ് ഉണ്ടാവും. സമയം താഴെ ഉള്ള ഒരാള് സീനിയർ ആയ ഒരാളുടെ ഒരു കാര്യം പറയുമ്പോൾ അവിടെ അങ്ങനെ പിന്നെ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്ത് അവിടെ നമ്മൾ എന്ത് പറയില്ല, അങ്ങനെ ചെയ്യരുത്, അരുത് എന്ന് അങ്ങനെ അല്ല അതിന്റെ ശൈലി ഉണ്ടാവുക. അപ്പൊ രണ്ടും തമ്മിൽ മാറ്റേണ്ടത് അർത്ഥം. അപ്പൊ ഇവിടെ പറയുന്നത് മുകളിലുള്ള ഒരാളും താഴെ ഉള്ള ഒരാളോട് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നതിനാണ് നഹി എന്ന് പറയാം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് എന്ത് പറഞ്ഞു, നീ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഇസ്തിലായിന്റെ ശൈലിയിൽ ഒരു കാര്യം നമ്മളോട് കള്ള് എന്ന് പറയുന്ന സംഗതി ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തേടുന്ന ഒരു കാര്യമാണ്. അതാണ് നഹി. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത് രണ്ടും അഥവാ ഈ പറയുന്ന അമ്രായാലും നഹി ആയാലും സ്വരീഹായ ലഫ്ദ് കൊണ്ട് ചിലപ്പോൾ വരും. ഉദാഹരണം പറഞ്ഞാല് സ്വരീഹായ ലഫ്ദ് പറഞ്ഞാൽ വ്യക്തമായ ലഫ്ദ് കൊണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അമാനാത്ത് എന്ന വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അതിന്റെ അർഹരായ ആളുകളിലേക്ക് തന്നെ തിരിച്ചേൽപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നു. ഈ ലഫ്ദ് ഉണ്ടല്ലോ, ഈ ലഫ്ദ് എന്താണ്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള കൽപ്പനയാണ്. എന്താണ് ഈ മുറുക്കും എന്ന് പറയുന്ന കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞവർ തന്നെ കിട്ടും. നമ്മളോട് അള്ളാഹു തആല ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആജ്ഞാപിക്കുകയാണ്. എന്താ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, അമാനാത്തുകൾ അതിന്റെ അർഹരായ ആളുകളിലേക്ക് നിങ്ങൾ കൂട്ടിക്കൊടുക്കണം എന്ന്. അപ്പൊ ഇത് കൽപ്പനയാണ്. ഇനി നഹീനു ഔ ബിസീഗത്തിൻ മൗളു, അതിന്റെ അടുക്ക് വേറെ ചർച്ച. ഔ ബിസീഗത്തിൻ മൗളുഅത്തിൻ ലിദലാലത്തി അലൽ അംരി അവൻ നഹി. ചിലപ്പോ വ്യക്തമായി ഇതേ ലഫ്ദ് കൊണ്ട് തന്നെ ആയിരിക്കും, ചിലപ്പോൾ അമ്രിന്റെയോ നഹീന്റെയോ മേൽ അറിയിക്കുന്ന ഒരു മൗളുആയ ഒരു സിയ കൊണ്ടായിരിക്കാം. വെച്ചാൽ നേരെ ഇവിടെ ഇപ്പൊ നേരെ അമ്ര എന്ന് പറയുന്ന കൽപ്പനന്റെ സിയ തന്നെ വന്നിട്ടുണ്ട്, ഉമ്മുറുക്കും എന്ന് പറഞ്ഞിടത്ത്. ചിലപ്പോ ഇതേ പദം ഉണ്ടാവില്ല, പക്ഷെ ഈ അമ്രിന്റെ മേൽ അറിയിക്കുന്ന ഏതെങ്കിലും പദമായിരിക്കും ഉണ്ടാവുക. അതാണ് ഈ ദലാലത്തി അലൽ അംരി അവൻ നഹി. അമ്രിന്റെയോ നഹീന്റെയോ മേൽ അറിയിക്കുന്ന അതിനു വേണ്ടി വെക്കപ്പെട്ട അതിന് പദമാണ് ഉണ്ടാവുക. ഇതാണ് ഏതുപോലെ ഇവിടെ ഫഖ്തഉ ഐദിയഹുമ എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ നേരത്തെ പറഞ്ഞ സാരിഖത്ത് മോഷണം നടത്തിയാൽ അവരുടെ കൈകൾ വെട്ടണം എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഫഖ്തഉ എന്ന് പറയുന്ന പദം നോക്കൂ. അവിടെ ഇപ്പൊ നേരിട്ട് അല്ലാഹു തആല നിങ്ങളോട് കൈ വെട്ടാൻ വേണ്ടി കൽപ്പിച്ചു എന്നാണുള്ളത്. അമ്ര എന്ന് പറയുന്ന പദം തന്നെ അവിടെ വന്നിട്ടില്ല. പക്ഷെ
അമ്രിന്റെ മേൽ അറിയിക്കുന്ന വെക്കപ്പെട്ട ഒരു സീഗ അവിടെ ഉണ്ട്. അതെന്താണ്? ഈ പറയുന്ന സീഗ ഇഫഅലു എന്ന് പറയുന്ന ആ സീഗ എന്താകുന്നുണ്ട്? അറിയിക്കുന്നുണ്ട് ഒരു പ്രവൃത്തി ചെയ്യണം എന്ന്. അപ്പൊ അത് അങ്ങനെയുള്ളതും ആവാം. അപ്പൊ നേരിട്ട് അമറ എന്ന് പറയുന്ന കൽപ്പന അമ്രിന്റെ ആ സീഗ തന്നെ വരുന്നതും ഉണ്ടാവാം. ചിലപ്പോ ഈ കൽപ്പനയുടെ മേൽ അറിയിക്കുന്ന ഏതെങ്കിലും സീഗകൾ ഉപയോഗിക്കുന്നതും ആവാം എന്നർത്ഥം. ഇതിപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞതിന്റെ വാക്യാണ്. ശരിയായ പദം കൊണ്ടായിരിക്കാം അമ്രും നെയ്യും ചിലപ്പോൾ ഉണ്ടാവാം. ചിലപ്പോൾ സ്വരീഹായ പദങ്ങൾ അല്ലാത്തത് കൊണ്ടും അമ്രും നെയ്യും ഉണ്ടാവാം. അതെങ്ങനെയാ? ബിയാൻ തെക്കൂന സീഗത്തു ദാലത്തൻ അലൽ അംരി അവൻ നഹി. ആ സീഗ എന്ത് ചെയ്യുക? അമ്രിന്റെയും നെഹിന്റെയും മേൽ അറിയിക്കും. വെച്ചാൽ വ്യക്തമായ രൂപത്തിലല്ല, പക്ഷെ അതിന്റെ മേൽ അറിയിക്കും. ഉദാഹരണം ഇതുപോലെ കായത്തി യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ ഇപ്പോ വിശ്വാസികളെ നിങ്ങളുടെ മേലിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, ഇതുപോലെ നിങ്ങളെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ കുത്തിബ എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചത് അല്ലെ? അപ്പൊ അത് സ്വരീഹ ലഫ്ദല്ല, സ്വരീഹ അല്ലാത്ത ഒരു ലഫ്ദാണ്. അപ്പോ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അമറ എന്നൊക്കെ പോലെയുള്ള കൽപ്പനാക്രിയല്ല. അതുപോലെ അതിന്റെ മേലിൽ അറിയിക്കുന്ന ഒരു സീകയുമല്ല. പിന്നെ കുത്തിബ എന്നുള്ളത്, കുത്തിബ എന്നൊരു ഫെയില വസനാണ്, അതൊരു കൽപ്പനാക്രിയന്റെ സീകയുമല്ല. അപ്പൊ എന്താണ്? സ്വരീ അല്ലാത്ത രൂപത്തിലൂടെ ചില ലഫ്ദുകൾ എന്ത് ചെയ്യും? അമ്രിന്റെ മേൽ അറിയിക്കും. അതിൽപ്പെട്ടാണ് കുത്തിബ എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് അർത്ഥം. ഈ സ്വരീഹ അല്ലാത്ത രൂപത്തില് സ്വരീഹ അല്ലാത്ത രൂപത്തിലും വരുന്നതിന് ഉദാഹരണം ഉണ്ട്. മായരിദു ബിലഫ്ദിൽ വുജൂബി വൽ ഫർദി വൽ ഹലാലി വൽ ഹറാം. ചിലപ്പോൾ എന്തുണ്ടാവും? വാജിബാണ് എന്ന് പറയുന്ന വുജൂബിന്റെ ലഫ്ദ് കൊണ്ടുവരും, ചിലപ്പോൾ ഫർദിന്റെ ലഫ്ദ് കൊണ്ടുവരും, ചിലപ്പോൾ ഹലാൽ ഹറാമിന്റെ ലഫ്ദോടെ വരും. ഹലാൽ ഹറാമിന്റെ ലഫ്ദിലൂടെ ഒന്നിന് ഉദാഹരണം പോലെ ഹുർരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു, നിങ്ങളുടെ മേൽ ശവം എന്താക്കപ്പെട്ടിരിക്കുന്നു, ശവം കഴിക്കല് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഹറാം എന്ന് പറയുന്ന പദം തന്നെയാണ് അവിടെ ഉപയോഗിച്ചത്. അപ്പൊ അവൻ സ്വരീഹല്ലാത്ത നഹീന് അതിന്റെ സ്വരീഹല്ലാത്ത രൂപത്തിലൂടെയുള്ള ചിലപ്പോ എന്തുണ്ടാവാം, അതിനു വേണ്ടി വെക്കപ്പെടുന്ന ചില സിയകൾ കൊണ്ടും അല്ലെങ്കിൽ അതിന്റെ മേൽ അറിയിക്കുന്ന ചില സിയകൾ കൊണ്ടൊക്കെ എന്തുണ്ടാവാം, പ്രയോഗങ്ങൾ ഉണ്ടാവാം. ഇനി മമായരുതുമിന്ന് വൈരി സ്വരീഹി, പിന്നെ സ്വരീഹ അല്ലാതെ വരുന്നതിന്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, വ്യക്തമായി അല്ലാതെ വരുന്ന ചില സംഗതികളുടെ ഉദാഹരണം ഏതുപോലെ? മദ്ഹുൽ ഫായിലി ഫിൽ അംരി, അമ്രിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുന്ന ആളുകളെ അള്ളാഹു തആല മദ്ഹ് ചെയ്യുക. അപ്പൊ അതിലൂടെ എന്ത് മനസ്സിലാക്കാം? ആ കാര്യം ചെയ്യേണ്ടതാണ്. തർത്തീബുൽ ഇഖാബി അലൽ മൻഹി അൻഹു, വിലക്കപ്പെട്ട കാര്യമാണെങ്കിൽ അങ്ങനെ എന്നൊരു കാര്യം ചെയ്താൽ അവന് ശിക്ഷ ഉണ്ടാകും എന്ന് പറയാം. അപ്പൊ അതിലൂടെ എന്ത് മനസ്സിലാവും? ആ കാര്യം വിലക്കപ്പെട്ടതാണ് മനസ്സിലാവും. ഖൗലിഹി തആല തിൽക ഹുദൂദുല്ലാഹ് മൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ വദാലിക്കൽ ഫൗസുൽ അദീം വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ വലഹു അദാബുൻ മുഹീൻ. ഈ പറഞ്ഞ ആയത്ത് നോക്കൂ നിങ്ങൾ. ഇതിലിപ്പോ എന്താ പറയുന്നത്? ഈ പറയുന്ന എല്ലാം അള്ളാഹുവിന്റെ നിയമങ്ങളാണ്. മുകളിൽ എന്തോ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അവിടെ പറയുന്നുണ്ട് ആ നിയമങ്ങളിലെല്ലാം നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പ്രവേശിപ്പിക്കും. അപ്പൊ ഈ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് പറയുന്നത് അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ടാൽ അവരെ മദ്ഹ് ചെയ്യാണ്. അപ്പൊ അവർക്ക് കിട്ടാൻ പോകുന്ന സവാബിനെ എടുത്തു പറയാണ്. എന്താണ് ഇവിടെ പറഞ്ഞത്? മദ്ഹുൽ ഫായിലി ഫിൽ അംരി എന്ന് പറഞ്ഞു. അതേ പ്രകാരം അതിന്റെ താഴെയുള്ള കണ്ടല്ലോ, ആരെങ്കിലും അള്ളാഹുവിനോ അവന്റെ റസൂലിനോട് എതിര് ചെയ്താൽ, അതുപോലെ അവന്റെ നിയമങ്ങളെ ആരെങ്കിലും അവൻ വെച്ച അതിരുകൾ ഹുദൂദുകൾ ആരെങ്കിലും മറികടക്കുകയും ചെയ്താൽ എന്താ പറഞ്ഞത്? അവനെ പ്രവേശിപ്പിക്കേണ്ട യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ. ഇത് ഈ പറഞ്ഞ ഇഖാബിനെ എടുത്തു പറയാണ്. അപ്പൊ അതും എന്ത് ചെയ്യുന്നുണ്ട്? ആ കാര്യം ചെയ്തേ പറ്റൂ എന്ന് അറിയിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെ നമ്മൾ വഴിപ്പെട്ടേ പറ്റൂ, അള്ളാഹുവിനെ എതിര് ചെയ്യുന്ന കാര്യം ചെയ്യാൻ പാടുള്ളതുമല്ല, അവനനുസരിച്ചേ പറ്റൂ. അപ്പൊ ഇതെന്താണ്? ഇത് സ്വരീഹല്ലാത്ത രൂപത്തിൽ, വ്യക്തമായതല്ലാത്ത രൂപത്തിൽ വന്ന ചില പ്രയോഗങ്ങളാണ്. അപ്പൊ അമ്രിനും നഹീനും ഒക്കെ വ്യക്തമായി വരുന്ന ചില ലഫ്ദുകളുടെ ഉപയോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില സിയകൾ വെച്ചിട്ട് അറിയിക്കുന്നതുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തുണ്ടാവും? വ്യക്തമായ രൂപത്തിലൂടെ അല്ലാതെ വരുന്ന ചില പ്രയോഗങ്ങളുമുണ്ട്. അതിൽപ്പെട്ട ഉദാഹരണമാണ് ഈ പറഞ്ഞത്. ഒരു കാര്യം കൊണ്ട് കൽപ്പിക്കുകയാണെങ്കിൽ ആ കാര്യം ചെയ്താൽ ഇങ്ങനെ കൂലിയുണ്ട് എന്ന് പറയാം. അപ്പൊ അത് മനസ്സിലാക്കാതെ
നിർബന്ധമായ കാര്യമാണ് ചെയ്യല് എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തില്ല എങ്കിൽ ഇങ്ങനെയൊക്കെ ശിക്ഷയുണ്ട് എന്ന് പറയാം. അപ്പൊ അതിന് മനസ്സിലാക്കാം എന്ത്, ആ കാര്യം വിലക്കപ്പെട്ട കാര്യമായിരുന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള സ്വരീഹ് അല്ലാതെ വരുന്ന വാക്കുകളുണ്ട്. ഇനി വമിൻ ദാലിക അൽ അഖ്ബാറു ദാലത്തു അലൽ ഹുക്മി, ഇതേ പ്രകാരം തന്നെയാണ് എന്ത് അറിയിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് എന്ത് അൽ അഖ്ബാറു ദാലത്തു അൽ ഹുക്മി, ഒരു ഹുക്മിന്റെ മേൽ അറിയിക്കുന്ന ചില ഖബറുകൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഖൗലി തആല വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്ന് പറയുന്നുണ്ടല്ലോ. ആ പറയുന്നിടത്ത് പിന്നെ അവിടെയുള്ള പ്രശ്നം എന്താണ്? വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി എന്നുണ്ട്. അള്ളാഹുവിനെക്കൊണ്ട് ജനങ്ങളുടെ മേൽ, ഈ ജനങ്ങളുടെ മേൽ എന്ന് പറയുന്നിടത്ത് അവിടെ സാധാരണ ഈ അല എന്ന് ഉപയോഗിക്കാറിന്റെ മേലേക്ക് അറിയിക്കുന്ന ഒരു പ്രയോഗമാണ്. അപ്പൊ അല എന്നിട്ട് വരുമ്പോ ലാമ് ഇട്ട് വരുന്നത് പോലല്ല, അല എന്നിട്ട് പ്രയോഗിക്കുമ്പോൾ അവരുടെ ഡ്യൂട്ടിയുടെ ഒബ്ലിഗേഷന്റെ മേൽ അറിയിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ മേൽ നിർബന്ധമാണ് ഹിജ്ജുൽ ബൈത്തി, കഅബാലയത്തിൽ ഹജ്ജ് ചെയ്യുക എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഇവിടെ ഇപ്പൊ എന്താണ് ഈ പിന്നെ ഹുക്കുമിന്റെ മേൽ അറിയിക്കുന്ന ഒരു അഖ്ബാറുകൾ കൊണ്ടും എന്തുണ്ടാവാം, ഈ പറയുന്ന രൂപത്തിൽ സ്വരീഹല്ലാത്ത രൂപത്തിൽ അമ്ര വരുന്ന ശൈലികളുണ്ട്. ഇവിടെ ഇപ്പൊ അമറാന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ഇഫ്അൽ എന്ന് പറയുന്ന സീഗയോ ഒന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ അമ്രിന്റെ മേൽ അറിയിക്കുന്ന മറ്റു ചില സീഗകൾ അതും വന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ എന്താണ് അല എന്ന് പറയുന്ന അലന്നാസി എന്ന് പറഞ്ഞിടത്ത് ഹുക്കുമിന്റെ മേൽ അറിയിക്കുന്ന ചില സംഗതികളുണ്ട് എന്ന്. അപ്പൊ അവിടെ നോക്കൂ, കുല്ലു ദാലിക യദുല്ലു അലാ തലബിൽ ഫീലി അബിത്തർക്കി, ഇതെല്ലാം അറിയിക്കുന്ന മൊത്തത്തിൽ ശരിയായ വ്യക്തമായ രൂപത്തിലോട്ടുള്ളതായാലും അല്ലെങ്കിൽ അവ്യക്തമായ രൂപത്തിലോട്ടുള്ളതായാലും ഒക്കെ എന്താണ്, ഒരു പ്രവൃത്തി ചെയ്യരുത് എന്നോ അല്ലെങ്കിൽ ചെയ്യണമെന്നോ കൽപ്പിക്കുന്നതാണ്. ലാ മിന സീഗത്തി ബൽ മിനൽ ജുംലത്തി ലത്തി ഫീഹാ മാനൽ അംരി വന്നഹി. ഈ അവസാനം പറഞ്ഞിടത്തൊക്കെ സീഗ അല്ലല്ലോ, അതായത് ഇങ്ങനെ കാര്യം ചെയ്യണമെന്നോ ചെയ്യണ്ട എന്നോ കൃത്യമായ ഒരു സീഗ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അത് ആ ജുംലയുടെ മൊത്തത്തിൽ നിന്ന് അംറിന്റെയോ നഹീന്റെയോ ഒക്കെ മാന ഉൾക്കൊള്ളുന്ന ആ ജുംലയിൽ നിന്നാണ് ആ കാര്യം മനസ്സിലാവുന്നത്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്ന് പറയുന്ന ആ മൊത്തം ജുംലയിൽ നിന്നാണ് അവിടെ കാര്യങ്ങൾ എന്താവുന്നത്, ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറയുന്ന കാര്യം മനസ്സിലാകുന്നത് എന്ന്. ഇനി സീഗത്തുൽ അംരി, അമ്രിന്റെ സീഗ ഏതാണ്? ഇപ്പൊ അമ്രിന്റെ മേൽ അറിയിക്കുന്ന സീഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്തല്ലോ. അമ്രിന്റെ സീഗ എന്ന് പറഞ്ഞാൽ ഈ ഇഫ്അൽ, അത് ഇഫ്അൽ എന്നുള്ളതാണ് ഒന്ന്. ഔമാ യഖൂമു മഖാമഹുമ, അല്ലെങ്കിൽ ഇഫ്അൽ പോലെ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന അമ്രിന്റെ സീഗകളുണ്ട്. ഇതിൽപ്പെട്ടാണ് ഹാത്തി. ഹാത്തി എന്ന ഗിവ് എന്നർത്ഥം, നൽകുക. വൽ മുദാരിഉൽ മഖ്തരിനു ബിലാമിൽ അംരി, അതുപോലെ വേറൊരു പ്രയോഗമാണ് എന്ത്, അമ്രു ഗായിബിന്റെ ലിയഫ്അൽ എന്നുള്ളത്. അമ്രു ഹാദിർ, അമ്രു ഗായിബ് അതൊക്കെ വിവിധ അക്ഷരങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് സുലാസിയും റുബായി ഒക്കെ അനുസരിച്ച് മാറി മാറി വരും. അപ്പൊ ഏതായാലും അമ്രിന്റെ മേൽ അറിയിക്കപ്പെടുന്ന ഇഫ്അൽ, ലിയഫ്അൽ, ഹാത്തിയൊക്കെ പോലെയുള്ള സീഗകൾക്കാണ് അമ്രിന്റെ സീഗ എന്ന് പറയുക. വഹിയ തെരിദുലി സിത്തത്തെ അശറ മാനൻ, അതിന് വ്യത്യസ്തമായ 16ഓളം വരുന്ന മാനകൾക്ക് അമ്ര വരാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു അമ്ര ഒരു സ്ഥലത്ത് കണ്ടാൽ അവിടെ ആ സംഗതി പിന്നെ കൽപ്പന എന്നതിന്റെ മേൽ തന്നെ ആയിക്കോളണം, അഥവാ ജാസിമായ ഒരു കാര്യം തേടാനുള്ള കാര്യം തന്നെ ആയിക്കോളണം എന്നില്ല. പല സന്ദർഭങ്ങളിലും വ്യത്യസ്തമായ മാനകൾക്ക് അമ്ര വരാറുണ്ട്. അപ്പോ അതിന്റെ അസ്ലിയായ പ്രയോഗം നിർബന്ധമാണ് എന്ന് തന്നെയാണ്. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തത് അൽ വുജൂബു. അമ്ര എന്ന് പറഞ്ഞാൽ മറ്റു സാഹചര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്ന വുജൂബ് എന്ന് തന്നെ ആയിരിക്കും. അഖീമുസ്സലാ എന്നതുപോലെ നിസ്കാരം നിർബന്ധമാണ് എന്ന് തന്നെയാണ് തേടുന്നത്. ചിലപ്പോ സുന്നത്തായ കാര്യങ്ങൾ കൽപ്പിക്കുന്നിടത്തും അമ്ര വരാറുണ്ട്. ഉദാഹരണം ഇതുപോലെ വാത്തുഹും മിൻ മാലില്ലാഹില്ലദീ ആതാക്കും, അല്ലേ, അള്ളാഹുവിന്റെ മാലിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നൽകുക എന്ന് പറയുന്നുണ്ട്. ഇവിടെ ആത്തു എന്ന് പറയുന്ന അമ്ര കൽപ്പനാക്രിയ സുന്നത്തിന് മേൽ അറിയിക്കുന്നത്. ചിലപ്പോൾ ചില നിർദ്ദേശങ്ങൾ ഉണ്ടാവും, ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് എന്നൊക്കെ അറിയിക്കുന്ന ഇർഷാദാത്തുകൾ, അതിനും ഉപയോഗിക്കാറുണ്ട്. അതാണ് ഇർഷാദ് എന്ന് പറഞ്ഞത്. ഉദാഹരണം വസ്തഷീദു ഷഹീദൈനി ഇന്ദൽ മുദായനത്തി, കടമിടപാട് നടത്തുമ്പോ കടവുമായി ബന്ധപ്പെട്ട ഒരു ആയത്തുദ്ദൈൻ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട് സൂറത്തുൽ ബഖറയിലെ, നീണ്ട ഏറ്റവും വലിയ ആയത്ത് എന്ന് പറയുന്നത്. അതിൽ പറയുന്നത്, നിങ്ങൾ ആരെങ്കിലുമായിട്ട് കടമിടപാട് നടത്തുകയാണെങ്കിൽ അത് കൃത്യമായി എന്താക്കണം, നിങ്ങൾ സാക്ഷികളെ വെച്ചിട്ട് ഏർപ്പാടാക്കണം. കാരണം പിന്നീട് എന്തെങ്കിലും കാലത്ത് കടത്തിന്റെ സംഖ്യയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറിച്ചോ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ സാക്ഷികൾ ഉണ്ടെങ്കിൽ അവർ സാക്ഷ്യം വഹിക്കലോട് കൂടെ ആ പ്രശ്നത്തിന് പരിഹാരമാകും. അപ്പൊ അത്
ഒരു നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്തേക്കണം എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് അല്ലാഹു തആല. അപ്പൊ ഇവിടെ വസ്തശ്ഹിദു, നിങ്ങൾ സാക്ഷ്യം വഹിക്കുക, സാക്ഷിയാക്കുക എന്ന് പറയുന്നത് ഇത് അമ്രു ഇർഷാദാണ്, അല്ലാതെ എന്തല്ല ചെയ്യൽ നിർബന്ധമാണ് എന്നല്ല അടുത്ത ഉദ്ദേശം. ഇനി ഇബാഹത്തിന് വേണ്ടി ചില കൽപ്പനകൾ ഉണ്ടാവാറുണ്ട്. ഇബാഹത്തിന് ഹലാലിനെ സൂചിപ്പിക്കാൻ, ഉദാഹരണം കുലു വശറബു, നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ. ഇതിനർത്ഥം നിർബന്ധമായും നമ്മൾ എന്തെങ്കിലും കുടിച്ചേ പറ്റൂ എന്നല്ല. കുടിക്കൽ അനുവദനീയമാണ്, ആണെങ്കിൽ കുടിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം, അതൊക്കെ നിങ്ങൾക്ക് അനുവദനീയമാണ് എന്നർത്ഥത്തിനാണ്. ചിലപ്പോ തെഹദീദിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. തെഹദീദ് എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ സാധാരണ മലയാളത്തിലൊക്കെ ഉപയോഗിക്കുന്നതന്നെയാണ് കേട്ടോ. അറബിയിൽ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓർമ്മ വരും മലയാളത്തിൽ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ എന്ന്. ഉദാഹരണം നോക്കൂ, ഭീഷണിയുടെ സ്വരത്തിൽ ചിലപ്പോൾ ചില കൽപ്പനാക്രിയകൾ പറയും. ഇപ്പൊ ഉദാഹരണം ഇമലു മാഷിയത്തു സൂറത്ത് ഫുസിലത്തിലുണ്ട്, നിങ്ങൾ വേണ്ടത് ചെയ്തോളി, അല്ലെ നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യം നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞാൽ അതൊരു ഭീഷണിപ്പെടുത്തലാണ്. നീ വേണ്ടി ചെയ്തോ, തോന്നിയ ചെയ്തോ എന്നൊക്കെ പറയുന്നത് എന്താണ്, അതൊരു ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. എന്ന് വെച്ചാൽ നിന്നെ ഞാൻ എന്തായിക്കോളാം, ഞാൻ ശരിയാക്കും എന്ന് പറയുന്ന ഒരു ആശയം അവിടെ ഉണ്ടല്ലോ. അപ്പൊ അതൊരു ഭീഷണിയുടെ സ്വരം അതിലുണ്ട്. അതാണ് എമലു എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം നിങ്ങൾ ആ കാര്യം ചെയ്യണം എന്നല്ല. ഇനിയോ അത് ഭീഷണിപ്പെടുത്തിയതാണ്, അല്ലെങ്കിൽ അതിനെ പേടിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാണ്. അതുപോലെ ഇംതിനാൻ അലൽ ഇബാദ്, സൃഷ്ടികളുടെ മേലുള്ള അനുഗ്രഹങ്ങൾ എണ്ണി പറയുന്നിടത്ത് അവിടെ ഇതേപോലുള്ള കാര്യങ്ങൾ പറയും. ഉദാഹരണം കുലു മിമ്മാ റസഖക്കുമുല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ കഴിച്ചു കൊള്ളുക. അവിടെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഹലാലിന്റെ പേര് അറിയിക്കുന്നതല്ല. അത് അല്ലാഹു തആല കുറെ സൃഷ്ടികൾക്ക് തന്ന അനുഗ്രഹങ്ങൾ എടുത്ത് പറയാണ്, ആ കൂട്ടത്തിൽ പറഞ്ഞാണ് മാത്രം. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. താഴെ പറയുന്ന ഓരോന്നും വ്യത്യസ്തമായ ഇത് വന്നത് ഇവിടെ ഉണ്ടല്ലോ. തസ്ഖീർ, തഅജീസ്, ഇഹാനത്ത് എല്ലാം കൂടി ഇവിടെ പറയേണ്ടത്. നമുക്ക് അതിൽ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇനി അടുത്തൊരു വിഷയം എന്താണ്, അടുത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ് എന്ത്, നോക്കൂ, സിഗത്തുൽ അംരി വുദിഅത്ത് ലിദലാലത്തി അല ത്വലബി ലാ ലിൽ വുജൂബി അവൽ ഇബാഹത്തി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ അംറിന്റെ കുറെ സിഗകൾ നമ്മൾ പഠിച്ചു. ഇതെല്ലാം എന്താണ്, ഒരു ത്വലബിന്റെ മേലിൽ, ഒരു തേട്ടത്തിന്റെ മേലിൽ അറിയിക്കാൻ വേണ്ടി വെക്കപ്പെട്ട പദങ്ങളാണ്. ലാ ലിൽ വുജൂബി അവൽ ഇബാഹത്തി, അല്ലാതെ നിർബന്ധമാക്കാനോ അല്ലെങ്കിൽ ഒരു സംഗതി ഹലാലാക്കാനോ വേണ്ടിയല്ല. എന്ന് പറഞ്ഞാൽ വൽ ഖരീനത്തു ഹിയ അല്ലതി തുബയ്യിനു നൗഅ ത്വലബി ഇൻ കാന ജാസിമൻ ഔ ഗൈറ ജാസിം. അതൊരു കാര്യം ചെയ്യണം എന്ന് പറയുന്നത് നിർബന്ധപൂർവമാണെങ്കിൽ, അപ്പോഴാണ് ജാസിം എന്ന് പറയാം. നിർബന്ധപൂർവമാണെങ്കിൽ, അല്ലെങ്കിൽ നിർബന്ധപൂർവമല്ല, ഒരു സുന്നത്തായ രൂപത്തിൽ ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്നത്, ഇതൊക്കെ എവിടുന്ന കിട്ടുക, അത് ഈ ത്വലബിന്റെ ഇനങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് ഖരീനത്താണ്. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പൊ കുലു വശറബു നിങ്ങൾ തിന്നാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുടിക്കുക തന്നെ ചെയ്യണം എന്നാണ് അവിടുത്തെ ഉദ്ദേശം. അല്ല, അപ്പോ അമ്രിന് തന്നെ പല അർത്ഥങ്ങളുണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അതിൽ ഏത് അർത്ഥമാണ്, എവിടെയാണ് വെക്കേണ്ടത്, എവിടുന്ന് കിട്ടും, അത് സന്ദർഭത്തിൽ നിന്ന്, സിയാക്കിൽ നിന്ന്, അല്ലെങ്കിൽ എന്തെയും കോണ്ടക്സ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കോണ്ടക്സ്റ്റ് ആണ് ഇവിടെ എന്താകുന്നത്, വ്യക്തമാക്കി തരുന്നത്. ഇതിവിടെ ഏത് തരത്തിലുള്ള തൊലവാണ്, അത് ഇൻകാന ജാസിമൻ വൈറൽ ജാസിമൻ, അത് ജാസിമാണോ അല്ലേ, അഥവാ നിർബന്ധപൂർവം ചെയ്യേണ്ട കാര്യമാണോ അല്ലേ എന്ന് വ്യക്തമാക്കി തരുന്നത് എല്ലാം എവിടെയാണ്, കോണ്ടക്സ്റ്റ് എന്നാണ് കിട്ടുക. ഖറാഇനല്ലതി തുഫീദുൽ ജസ്മ. അപ്പൊ നമ്മൾ എന്തറിയണം, നിർബന്ധമായും ചെയ്യേണ്ട കൽപ്പനയാണോ അല്ലേ എന്ന് എങ്ങനെ മനസ്സിലാക്കും, അതിന് ചില ഖരീനത്തുകളുണ്ട്, ചില ലക്ഷണങ്ങളുണ്ട്. അതിന് പെട്ടാണ് എന്ത്, ഇഖ്തിറാനുൽ അംരി ബിൽ ഉഖൂബത്തി, അതായത് ആ അമ്രിനെ തുടർന്ന് തന്നെ അതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കുക അത് ചെയ്യൽ നിർബന്ധമായ അമ്രാണ് കൽപ്പിച്ചത്. അല്ലെങ്കിൽ എന്തുണ്ടാവും, ഇഖ്തിറാനുൽ ഫീലി ബിൽ മശഖത്തി, ആ കാര്യം ചെയ്യുന്നതിന് ഒരു പ്രയാസം, അതേ തുടർന്ന് ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ മശക്കത്ത് ഉണ്ടാകും എന്ന് തുടർന്നു കൊണ്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ അവ തിക്റാറി മിസ്ലു ലാ പോലെയുള്ള വാക്കുകൾ എന്താകുന്നുണ്ട്, ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പൊ എല്ലാം മനസ്സിലാക്കാം അവിടെ എന്താണ്, അംറു ജാസിമ് തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഉദാഹരണം, ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുന്ന് മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വളരെ പ്രയാസപ്പെട്ട് നിസ്കാരത്തിന് വേണ്ടി പോകുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കേട്ടു. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ സമയത്തുള്ള രോഗത്തിന്റെ സമയത്താണ്. അങ്ങനെ എന്ത് ചെയ്തു, ഇബ്നു സുബ്ബ എന്ന് പറയുന്ന റിപ്പോർട്ടർ പറയുന്നുണ്ട്, റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ എന്ത് ചെയ്തു, നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ മിൻ ഹുജറത്തി, തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശിരസ് റൂമിൽ നിന്ന് പുറത്തു വന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു എന്ത്, ثم قال لا 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 يصلي للناس ابن ابي قحافه.
ഇബ്നു അബി ഖുഹാഫ എന്താവട്ടെ ആളുകൾക്ക് ഇമാമായി നിസ്കരിക്കട്ടെ എന്ന്. അപ്പൊ ഈ സംഭവം എന്താന്ന് വെച്ചാല് ഒരു ജമാഅത്തിന്റെ സമയമാണ്. റസൂലുള്ളാഹിന്റെ വീടൊക്കെ ഉള്ളത് പള്ളിയോട് ചേർന്നാണല്ലോ ഭാര്യമാരുടെ വീടൊക്കെ ഉള്ളത്. നിസ്കരിക്കാൻ ജമാഅത്തിന് റസൂലുള്ളാഹി തങ്ങൾ വരും എന്ന പ്രതീക്ഷയാണ് അവർക്കുണ്ടായിരുന്നു. പക്ഷെ നബി തങ്ങൾ വന്നു അല്ലെങ്കിൽ വരുന്നുണ്ട് എന്ന് അറിഞ്ഞ ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശദീകരണത്തിൽ കാണാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് പിന്നോട്ട് വരാനൊരു പിന്നെ വരാൻ വേണ്ടി ശ്രമം നടത്തി. അപ്പൊ നബി തങ്ങൾ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു വേണ്ട വേണ്ട ആര് നിൽക്കട്ടെ, ഇബ്നു അബി ഖുഹാഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ഇവിടെ ലാ എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശം. ഇപ്പൊ വേണ്ട 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 എന്ന് ഞാൻ ആവർത്തിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ ആ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടെ യുസല്ലി ലിൻ നാസി എന്ന് പറയുന്ന സംഗതി എന്താണ്, അമ്രു ജാസിമാണെന്ന് വെച്ചാൽ അവരെന്നെ നിസ്കരിക്കട്ടെ, അത് സുന്നത്താണ് എന്ന രൂപത്തില് നല്ലതാണെന്നും അല്ല, നിങ്ങളും ചെയ്യട്ടെ എന്നുള്ള നിർബന്ധമായ അർത്ഥത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമാക്കട്ടെ കൂടുതലാലിക്ക മുഗളിബൻ, അപ്പൊ മുഗളിബായിട്ട് റസൂലുള്ളാഹി തങ്ങൾ അപ്രകാരം പറഞ്ഞു എന്നുള്ളതാണ്. സന്ദർഭത്തിൽ നിന്നാണ് എന്തായത് ഇവിടെയുള്ള ഇൽ യുസല്ലി എന്ന് പറയുന്ന കൽപ്പനാക്രിയ അത് അമ്രു ജാസിമാണ് എന്ന് മനസ്സിലായത്. മറ്റൊരു കാര്യം എന്താണ്, ത്വാഅത്തുല്ലാഹി ലാസിമത്തുൻ ബിഹസ്ബിമാ ഉമിറ, അല്ലാഹു തആലക്ക് വഴിപ്പെടുക എന്നുള്ളത് എന്താണ്, ലാസിമത്തുൻ ബിഹസ്ബിമാ ഉമിറ, എന്തുകൊണ്ടാണോ കൽപ്പിക്കപ്പെട്ടത് അതനുസരിച്ച് ലാസിമായി വരും. ഉദാഹരണം ഫൽ അമ്രുൽ ജാസിമു ത്വാഅത്തുഹു വാജിബത്തുൻ, ജാസിമായ ഒരു അമ്രാണെങ്കിൽ അതിന് വഴിപ്പെടൽ നിർബന്ധമാണ്. ജാസിമായ ഒരു കൽപ്പന നമ്മളോട് അല്ലാഹു തആല നടത്തിയാൽ വഴിപ്പെടൽ നിർബന്ധമാണ്. അൽ അമ്രു ഗൈറുൽ ജാസിമി ത്വാഅത്തുഹു മന്ദൂബായ സമയം ജാസിമല്ലാത്ത നിർബന്ധപൂർവമല്ലാത്ത ഒരു കൽപ്പന നമ്മളോട് അല്ലാഹു തആല നടത്തിയാൽ അതിന് വഴിപ്പെടൽ സുന്നത്തേ ഉള്ളൂ. ത്വാഅത്തു തകൂനു ബി തസ്ലീമി ബിഹസ്ബി വുറൂദിഹ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ത്വാഅത്ത് എന്ന് പറഞ്ഞത് എന്താണ്, അത് എവിടെയാണോ വന്നത് ആ വന്നതിനനുസരിച്ചാണ് ഉണ്ടാവുക. ഫർലൻ ഔ നുദുബൻ ഔ ഇബാഹത്തൻ ഔ തഹരീമൻ ഔ കറഹ, ഏതായാലും ഏത് ഹുക്കുമായാലും അവിടെ വന്നതിനനുസരിച്ച് ഉണ്ടാവും. ഉദാഹരണം പറയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വറസൂലഹു വലാ തവല്ലൂ എന്താ അറിയില്ല, ഏതായാലും അവിടെ പറയുന്നുണ്ട് ഓ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ എന്ത് ചെയ്യുക, വഴിപ്പെടുക, അവന്റെ റസൂലിനെയും വഴിപ്പെടുക. അപ്പൊ ഇവിടെ ഈ ലഫ്ദ് വന്നത് പിന്നെ ഉമൂമിന് വേണ്ടിയാണ്. അല്ലാഹു തആലാക്ക് നിങ്ങൾ വഴിപ്പെടുക എന്ന് പറയുന്ന ലഫ്ദ് വന്നത് കോമൺ ആയിട്ടാണ്. പക്ഷാൽ എല്ലാ തൊലവും അതിൽ പെടും. ഇപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാ തൊലവുകളും എന്താകും അതിൽ ഉൾപ്പെടുന്നതാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ, അൽ അമ്രു ലാ യുഫീദു തിക്റാറ, അമ്ര എന്താവൂല തിക്റാറിനെ ഫായദിപ്പിക്കൂല. തിക്റാറിനെ ഫായദിപ്പിക്കൂല എന്ന് പറഞ്ഞാല് വൈദാ നീത ബിൽ അംരി ബി സബബിൻ ഫഇന്നഹു യത്ബഉ ദാലിക സബബു വൽ അംറു ബിൽ വുളൂഇ യതകററു ബി തകററുി സബബിഹി. അതായത് ഇപ്പോ നിങ്ങൾ നിസ്കാര സമയമാകുമ്പോൾ വുളു എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ തവണ നിസ്കരിക്കാൻ പോകുമ്പോഴും വേറെ വേറെ നിങ്ങൾ വുളു എടുക്കണം എന്ന് വേറെ വേറെ കൽപ്പിക്കണോ, അതുണ്ടാവില്ല. അപ്പൊ അമ്ര എന്താവൂല തിക്റാറിനെ ഫായദിപ്പിക്കൂല. വൈദാ നീത്തൽ അമ്രു ബി സൗബിൻ, ഒരു കൽപ്പനാക്രിയ അത് ബന്ധപ്പെട്ടാൽ, നീത്താറിന് അത് ബന്ധപ്പെട്ടാൽ, ഒരു സബബുമായി ബന്ധപ്പെട്ടാൽ ഫൈനവ് യത്ബഉ ദാലിക സബബ, അത് ആ സബബിനോട് പിന്തുടരും. അതായത് ആ സബബ് ഉണ്ടാകുമ്പോ എല്ലാം ഈ പറയുന്ന അമ്രു ഉണ്ടാവും. അതിന് വേറെ വേറെ പറയണമെന്നില്ല. ഉദാഹരണം ഏതുപോലെ ഫൽ അമ്രു ബിൽ വുളൂഇ, വുളു കൊണ്ടുള്ള കൽപ്പന തകററുി സബബിഹി, അതിന്റെ സബബ് ആവർത്തിക്കൽ കൊണ്ടൊക്കെ വുളു കൊണ്ടുള്ള അമ്ര എന്ത് ചെയ്യും, ആവർത്തിച്ച് വരും. ഇനി വേറെ അമ്രു വരണം എന്നില്ല. അപ്പോ ഉദാഹരണം ഇതുപോലെ നിസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കണം എന്ന് പറഞ്ഞു. അഖീമുസ്സലാ, നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക എന്ന് പറഞ്ഞു. നിസ്കാരം നിർവഹിക്കേണ്ടത് എങ്ങനെയാ, അത് റസൂലുള്ളാഹി തആല കാണിച്ചു തന്നു, വുളു എടുത്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. വുളു വേണം എന്ന് പറഞ്ഞ് മനസ്സിലായി കഴിഞ്ഞാൽ, അതൊരു സൗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ സൗബേദ നിസ്കരിക്കാൻ വേണ്ടി വുളു വേണം, ഖുർആൻ എഴുതാൻ വേണ്ടി വുളു വേണം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഓരോ തവണ നിസ്കരിക്കുമ്പോഴും വുളു വേണം, ഓരോ തവണ ഖുർആൻ എഴുതുമ്പോഴും വുളു വേണം. അപ്പൊ സൗബ് ആവർത്തിക്കും തോറും എന്ത് വേണം, സബബ് ആവർത്തിക്കും തോറും ഈ പറയുന്ന കൽപ്പന പുതുക്കി വരും. അതിന് വേറെ വേറെ പറയണമെന്നില്ല. അപ്പോ അഖീമുസ്സലാ എന്ന് പറയുന്ന ഇവിടുത്തെ ഈ കൽപ്പനാക്രിയ, നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക എന്ന് പറയുന്ന കൽപ്പനാക്രിയ ലാ യക്തദി, അത് തേടുന്നില്ല, എന്ത് തേടുന്നില്ല, തിക്റാറ സ്വലാത്തി, നിസ്കാരത്തിന്റെ ഈ സ്വലാത്തിന്റെ ആവർത്തനത്തെ തേടുന്നില്ല. വലാകിൻ ദല്ല അല തിക്റാറി ഫീലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ പിന്നെ അത് എവിടുന്നാ കിട്ടിയത്, ഓരോ നിസ്കാരത്തിനും എന്താക്കണം, വുളു എടുക്കണം എന്ന് എവിടുന്നാ കിട്ടിയത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ കേവലം അഖീമുസ്സലാ എന്ന് പറഞ്ഞാൽ ഓരോ തവണ നിസ്കാരം അങ്ങനെ ആവർത്തിച്ച് കൊണ്ടേയിരിക്കണം ഓരോ വക്തിലും എന്ന് മനസ്സിലാകുന്ന റസൂലുള്ളാഹിന്റെ പ്രവൃത്തിയിൽ നിന്നാണ്. അത് നിസ്കാരം നിർവഹിക്കുക എന്നേലുള്ളൂ, അത് ഓരോ ദിവസവും
ഇത്ര തവണ ഇത്ര നേരം അങ്ങനെ അവിടെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അവര് സൊല്ലു കമാർ വയത്തുമൂനി ഉസല്ലി, മാത്രമല്ല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എങ്ങനെയാ നിസ്കരിക്കുന്നത് അപ്രകാരം നിസ്കരിക്കൂ എന്നാ പറഞ്ഞു. അപ്പോ 5 വക്ത് നിസ്കാരം എന്ന് കൃത്യമായി ഖുറാനിൽ അങ്ങനെ തന്നെ പറഞ്ഞതായിട്ട് കാണുന്നില്ല. പിന്നെ അത് എവിടുന്ന് മനസ്സിലായി? ഖുറാനിൽ പറഞ്ഞ അഖീമുസ്സലാ, നിസ്കാരം നിർവഹിക്കുക എന്ന്. അപ്പൊ അത് 5 വക്താണ് എന്നും ഈ ഓരോ 5 വക്തിലും നിങ്ങൾ നിസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ് എന്നും ഒക്കെ മനസ്സിലാക്കിയത് നബിതങ്ങളുടെ പ്രവൃത്തി നമ്മൾ കണ്ടു പഠിച്ചതാണ്. നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, എന്റെ പ്രവൃത്തി ഞാൻ നിസ്കരിക്കുന്ന പോലെ, ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അതേ പ്രകാരം നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങൾ എന്തായി ഒരു ദിവസം 5 തവണ 5 സമയങ്ങളിൽ നിസ്കരിക്കുന്നത് കണ്ടു. അപ്പൊ അത് നമ്മൾ ഫോളോ ചെയ്യുന്നു. അങ്ങനെയാണ് കിട്ടിയത്. അല്ലാതെ ഇപ്പൊ എന്തല്ല ഈ സൊല്ലു എന്ന് പറയുന്ന ആ അമ്രു ഫീലിന്റെ ആവർത്തനം കൊണ്ടല്ല എന്ന്. ഇനി മറ്റൊരു കാര്യം, അൽ അമ്രു യുഫീദു തറാഖി ഇൻ കാന മുവസ്സഅൻ, മുവസ്സആയ കാര്യമാണെങ്കിൽ അമ്രു ചിലപ്പോൾ തറാഖിയെ ഫായിദപ്പിക്കും. തറാഖി എന്ന് പറഞ്ഞാൽ സാവകാശം ചെയ്താൽ മതി. ഇല്ല അങ്ങനെ അല്ലെങ്കിൽ ഫൈഫീദുൽ ഫൗരിയ, മുവസ്സായ സമയം അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് പിന്നെന്താണ്, അഖിമുസ്സലാത്ത ദുലൂക്കി ശംസി ഇലാ ഗസഖിൽ ലൈലി. അപ്പൊ അതിൽ കുറെ വക്തിനെ കുറിച്ചുള്ള സൂചന ഉണ്ട്, വ്യക്തമായി അല്ല. അതിൽ പറയുന്നുണ്ട് സൂര്യയുടെ ഉച്ച സമയം കഴിഞ്ഞാൽ രാത്രി ഗസഖ് ഉണ്ടാകുന്നവരെ നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക. അപ്പൊ അതിൽ ളുഹുർ അസ്ർ പോലെയുള്ള നിസ്കാരങ്ങളിലേക്കുള്ള സൂചന ഉണ്ട്. അപ്പോ അവിടെ നിങ്ങൾ നോക്കൂ, ഈ ളുഹുർ അസ്ർ എന്നൊക്കെ പറഞ്ഞാൽ അതിന് പിന്നെ മുവസ്സആയ സമയമുണ്ട്. അപ്പൊ ആ സമയത്തിനടുക്ക് എപ്പോ ചെയ്താലും മതി. തറാഖി ഉണ്ട്, അതായത് സൂര്യൻ ഉച്ചയിൽ നിന്ന് തെറ്റിയ അപ്പൊ തന്നെ ളുഹുർ നിസ്കാരം നിർബന്ധമാണ് എന്നല്ല. അസ്ർ വരെയുള്ള മുവസ്സആയ സമയമുണ്ട് ഇതിന്. ആ സമയത്തിൽ സാവകാശം ചെയ്താൽ മതി, എപ്പോ ചെയ്താലും മതി. അതുപോലെ അസറിന്റെ സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ എപ്പോ ചെയ്താലും മതി. മഗ്‌രിബ് വരെയുള്ള സമയത്തിനുള്ളിൽ അമ്ര എന്തുണ്ടാവും, ചിലപ്പോൾ തറാഖിയെ അഥവാ സാവകാശമാക്കിയാൽ മതി എന്നതിനെ ഫായിദപ്പിക്കും, അതിന് പിന്നെ പ്രയോജനം നൽകും ചില സന്ദർഭങ്ങളിൽ. യദുല്ലു അല ഇർതിബാത്തിൽ അംരി ഹുനാ ബി സമാനിൽ മുതക്കർരിരി. ഇപ്പൊ ഇവിടെയുള്ള ഈ പ്രയോഗം അഖിമിസ്വലാത്ത ലിദുലൂക്കി ശംസി എന്ന് പറയുന്ന പ്രയോഗം അത് അറിയിക്കുന്നുണ്ട് അല ഇർതിബാത്തിൽ അംരി ഹുനാ ബി സമാനിൽ മുതക്കർരിരി, മുതക്കർരിറായ സമാനിന്റെ മേലിൽ ഈ കൽപ്പനാക്രിയ എന്തായിട്ടുണ്ട്, ബന്ധമുണ്ട് എന്ന് വെച്ചാൽ ഓരോ തവണയും ഈ സമാൻ ആവർത്തിക്കും തോറും, അതായത് പിന്നെ എപ്പോഴെല്ലാം ഉച്ച സമയം ഉണ്ടാകുന്നോ അതിന് ജവാൽ ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം എന്തുണ്ട്, ഈ പറയുന്ന ളുഹുർസ്കാരവും അസ്ർസ്കാരവും ഒക്കെ വേണ്ടി വരുന്നു മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അത് അതിന്റെ സമയത്ത് എന്തുണ്ടാവും, തറാഖി ഉണ്ടാവും അർത്ഥം. ഫയത്തക്കറു ബിത്തക്കറൂറി സമാനി, ഈ പറയുന്ന സമാന് ആവർത്തിക്കൽ കൊണ്ടൊക്കെ നിസ്കാരം നിർബന്ധമാകും. വജിബുൽ അമ്രു ഫീ അത്മൻ, മാത്രമല്ല അതിലുള്ള അമ്ര എന്തായിരിക്കും, നിർബന്ധത്തെ കുറിക്കുന്ന അമ്രു കൂടിയായിരിക്കും. എന്ന് വെച്ചാൽ ഓരോ തവണയും സവാൽ ശംസ് ഉണ്ടാകുമ്പോൾ ളുഹുർ നിസ്കരിച്ചിരിക്കണം. ഇനി ഓരോ തവണ ഇങ്ങനെ വേറെ വേറെ കൽപ്പന വേണോ, അത് വേണ്ട. അത് നേരത്തെ പറഞ്ഞെന്ന് കിട്ടി. പിന്നെ അതിന് പുറമെ ഒന്നുണ്ടാവും, മുവസ്സായ സമയം ഉണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ നമുക്ക് തറാഖിയോടുകൂടെ അഥവാ ഒരല്പം സാവകാശം നിർവഹിച്ചാലും മതിയാകും. അങ്ങനെ ഇല്ലാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടാവും, അവിടെ പെട്ടെന്നാക്കും വേണ്ടി വരും. ഉദാഹരണം പിന്നെ എന്താണ് പറയേണ്ടത്, കാരണമില്ലാതെ ഒരാൾ നിസ്കാരത്തെ ഖളാക്കിയതാണെങ്കിൽ പിന്നെ അവനോട് മുവസ്സായ സമയമില്ല, അപ്പൊ എന്താകണം, വളരെ പെട്ടെന്ന് നിസ്കാരം ഖളാ കിട്ടിക്കൊള്ളാം. അപ്പൊ അങ്ങനെ ഉണ്ട്. ഇപ്പൊ മുവസ്സായ സമയം ഇല്ലാത്തടത്ത് പെട്ടെന്ന് കൂട്ടേണ്ട സംഗതികളുണ്ടോ, അത് അങ്ങനെ ചെയ്യുമാണ്. ഇനി അൽ അമ്രു ബഅദൽ ഹദ്രി, മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല് ഒരു കാര്യം വിലക്കപ്പെട്ടതിന്റെ ശേഷം വരുന്ന കൽപ്പന, അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. ചിലപ്പോ ഒരു കാര്യം വിലക്കപ്പെട്ടതിന് ശേഷം വീണ്ടും ആ കൽപ്പന ഉണ്ടായേക്കാം. യഊദുൽ അംറു ബഅദൻ നഹി ലിഅസ്ലിഹി, ഒരു കാര്യത്തിന്റെ അസ്ല് നഹി ചെയ്യപ്പെട്ടതിന്റെ ശേഷം വീണ്ടും അതിലേക്ക് കൽപ്പന വരാം. ഉദാഹരണം കമാ കാന ഖബല നഹി ഖാല തആല ഫഇദൻ സലഖൽ അശ്ഹുറുൽ ഹുറുമു വയജിബു എന്താണ് വഖ്തുലുൽ മുശ്രിക്കീൻ ആണ്. എന്താ കൊടുത്തത് മനസ്സിലായില്ല. അതിൽ ഒരു ആയത്തുണ്ട് തൗബയിലെ 55-ാമത്തെ സൂക്തം. അപ്പോ അതിൽ പറയുന്ന എന്താ, ജിഹാദിനെ കുറിച്ചാണ് പറയുന്നത്. ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു, അഷ്ഹുറുൽ ഹുറും എന്ന് പറയുന്ന യുദ്ധം ഹറാമാക്കപ്പെട്ട പവിത്രമായ ചില മാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് ആ സൂറത്തിൽ പറയുന്നുണ്ട്. അപ്പോ യുദ്ധം ഹറാമാക്കപ്പെട്ട പിന്നെ മാസങ്ങളിൽ മുഹറം പോലെയുള്ള മാസങ്ങളിൽ യുദ്ധം എന്തില്ല, പാടില്ല എന്നാണ് കിട്ടിയത്. പിന്നീട് എന്ത് ചെയ്തു, ആ അസ്ലിന്റെ മേൽ നഹി ചെയ്യപ്പെട്ട അമ്ര് വന്നതിന്റെ ശേഷം എന്ത് ചെയ്യും, അത് കഴിഞ്ഞ് കടന്നാൽ പിന്നെ എന്താവും, പിന്നെയും അത് ആ അമ്ര ആവർത്തിക്കും. അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്, ഫഖ്തുലുൽ മുശ്രിക്കീന എന്ന് പറഞ്ഞു. മുശ്രിക്കീങ്ങളോട് നിങ്ങൾ പോരാടുക എന്ന് വെച്ചാൽ അശ്ഹുറുൽ ഹുറും കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, മുശ്രിക്കീങ്ങളോട് പോരാടുക എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോ ഈ പറയപ്പെട്ട മുഹറം പോലെയുള്ള യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
മുശ്രിക്കീങ്ങളോട് പോരാടാം. അപ്പോൾ ആ മാസങ്ങളിൽ പോരാടരുത് എന്നാണ് വിലക്കുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എന്തായി, നഹിയിന്റെ ശേഷം വീണ്ടും എന്താകുന്നു, അമ്ര ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ അമ്ര എന്ത് ചെയ്യുന്നു, അതിന്റെ തൊലബ് ആവർത്തിച്ചു വരുന്നു. അല്ല അമ്രു ഹുന യുഫീദുൽ വുജൂബ, ഇവിടെ ഫഖ്തുലുൽ മുശ്രിക്കീന എന്ന് പറഞ്ഞ ഇത് വുജൂബിന്റെ മേൽ അറിയിക്കുന്നത് തന്നെയാണ്. അപ്പൊ ചിലപ്പോ എന്തുണ്ടാവും, ഒരു സംഗതി വിലക്കപ്പെട്ടതിന്റെ ശേഷം വീണ്ടും എന്താവാം, നിർബന്ധമായേക്കാം. ഉദാഹരണമാണ് ആ പറഞ്ഞ സംഭവം, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് വിലക്ക് വന്നു. പക്ഷെ ആ മാസം കഴിഞ്ഞാൽ വീണ്ടും ഫഖ്തുൽ മുശ്രിക്കീന, നിങ്ങൾ വീണ്ടും എന്ത് ചെയ്തോളൂ, മുശ്രിക്കീങ്ങളോട് യുദ്ധം ചെയ്തോളൂ എന്ന്. അപ്പൊ അങ്ങനെയും ഉണ്ടാവാം. ഇനി മറ്റൊരു കാര്യമാണ് സീഗത്തുൻ നഹി. ഇപ്പൊ നമ്മൾ അമ്രിന്റെ സീഗകളെ കുറിച്ച് പലതും പറഞ്ഞു കഴിഞ്ഞു. നഹിയുടെ സീഗകളുണ്ട്. എന്താ നഹിയുടെ മേൽ അറിയിക്കുന്ന വ്യക്തമായ ചില സീഗകളിൽ പെട്ടതാണ് ലാ തഫൽ എന്നുള്ളത്, ചെയ്യരുത് എന്ന്. ഖൗലിഹി തആല വലാ തഖ്തുലുൻ നഫ്സൽ ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, നിങ്ങൾ ഒരു മനുഷ്യന്റെ ശരീരത്തെയും നിങ്ങൾ കൊന്നുകളയരുത്, അല്ലാഹു തആല ഖത്ൽ ഹറാമാക്കിയ ഒന്നിനെയും ഇല്ലാ ബിൽ ഹഖ്, ഹഖ് കൊണ്ടല്ലാതെ. ചില ഘട്ടങ്ങളിൽ ഹക്ക് എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ഈ പ്രതിക്രിയ പോലെയുള്ള ഖിസാസ് പോലെയുള്ള സംഗതികൾ ഉണ്ടാവും. ഇങ്ങോട്ട് ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയാൽ തിരിച്ച് ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യങ്ങളിലാണെങ്കിൽ അവരുടെ കോടതിയുടെ അടുത്ത് കേസ് എത്തിക്കഴിഞ്ഞാൽ കോടതിയുടെ നിയന്ത്രണത്തിൽ ഈ കൊന്ന ഘാതകനെയും തിരിച്ചു എന്താവും, കൊലപ്പെടുത്തും. അതാണ് ഈ ഹക്ക് എന്ന് പറഞ്ഞത്. അങ്ങനെ ഹക്കായ രൂപത്തിലൂടെ അല്ലാതെ ഒരാളും മറ്റൊരാൾ എന്താക്കാൻ പാടില്ല, കൊലപ്പെടുത്തരുത് എന്നുണ്ട്. അപ്പൊ ഇവിടെ ലാ തഫഅൽ എന്ന് പറയുന്നത് നോക്കുമ്പോൾ ആ ശൈലിയിലാണ് ലാ തഖ്തുലു എന്ന് പറഞ്ഞത്. അപ്പൊ അത് സാധാരണ നഹീന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സീഗയാണ്. വലാ തുജു സീഗത്തുൻ ഫി ലുഗത്തി ഗൈറഹ, ഭാഷയിൽ അറബി ഭാഷയിൽ ഒരു കാര്യം നിരോധിക്കാൻ അല്ലെങ്കിൽ വിരോധിക്കാൻ ഈ ലാ തഫഅൽ എന്ന് പറയുന്ന സീഗ അല്ലാതെ വേറെ സീഗ ഇല്ല. وما ورد من نهي وما ورد من نهي بغيرها فيعود للتركيب اللغوي للجملة وما دلت عليه من معنى النهي لا للصيغتين. അപ്പൊ പിന്നെ ചോദ്യം ഉണ്ടാവും, എന്ത് ഈ ലാ തഫ്അൽ എന്ന് പറയുന്ന സീഗ കൊണ്ടല്ലാതെ തന്നെ നഹി വന്ന പല സ്ഥലങ്ങളും ഉണ്ടല്ലോ. അപ്പൊ അവിടെ എന്തായിരിക്കും അത്, ഫയഊദു ലിത്തർക്കീബിൽ ലുഗവിയിൽ ജുംലത്തി, അത് അവിടുത്തെ ലുഗവിയായ ആ ജുംലയിലേക്ക് ലുഗവിയായ ചില തെർക്കീബുകൾ കൊണ്ട് വന്നതാവാം, അല്ലെങ്കിൽ ആ നഹിയിന്റെ മഅനയുടെ മേൽ അറിയിച്ചതിന്റെ മേൽ വന്നതാവാം, സീഗന്റെ കാരണം കൊണ്ടല്ല അർത്ഥം. അപ്പൊ അങ്ങനെ അഥവാ സ്വരീഹായ രൂപത്തിൽ ഈ സീഗ കൊണ്ടല്ലാതെയും നഹി വരാം. അത് താഴെ പറയുന്ന കാര്യങ്ങൾ ഉദാഹരണമാണ്. ഉദാഹരണം എന്തു പറഞ്ഞു, ഹറുമ, ഹറുമാൻ ഹറാമാക്കപ്പെട്ടു എന്നല്ലേ, ഹറാമാക്കപ്പെടാൻ വിരോധനല്ലേ. അപ്പൊ ഹറുമ എന്ന് പറയുന്ന പദം ചിലപ്പോൾ എന്ത് വരാറുണ്ട്, ലാ തഫഅൽ എന്ന് പറയുന്ന സീഗയിൽപ്പെട്ടതല്ലല്ലോ, പക്ഷെ അതും എന്താക്കാറുണ്ട്, ചിലപ്പോ വിലക്കപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, എന്ത് ചിലപ്പോ ആ വിലക്കപ്പെട്ട കാര്യങ്ങളുടെ മേൽ അറിയിക്കാൻ ലാ തഫഅൽ എന്ന സീഗ അല്ലെങ്കിലും വേറെ ചില തെർക്കീബാത്തുകൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടും ആ പറയുന്ന ആശയം കിട്ടും. അതിന് ഉദാഹരണമാണ് ഖൗലിഹി തആല ഹുർരിമത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹ്മുൽ ഖിൻസീരി. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, മുസ്ലിമീങ്ങൾക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്ത്, ശവം കഴിക്കാൻ പാടില്ല. ശവം എന്താക്കാൻ പാടില്ല, ഡെഡ് ബോഡി കഴിക്കാൻ പാടില്ല. അത് മറ്റു ജീവികളുടെ ശവമായാലും ശരി, മനുഷ്യന്റെ ഏതായാലും പാടില്ല. ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്ത്, അതുപോലെ വദ്ദമു രക്തം, ലഹ്മുൽ ഖിൻസീരി പന്നി മാംസം, അമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി അള്ളാഹുവിന് വേണ്ടി അറുക്കപ്പെട്ടതല്ലാത്ത ജീവികൾ, അതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് എവിടുന്നാ കിട്ടിയത്, വിരോധന എവിടുന്നാ കിട്ടിയത്, അവിടെ ലാ തഫൽ എന്ന് പറയുന്ന സീഗ ഇല്ലല്ലോ. അപ്പൊ സീഗ ഇല്ലെങ്കിലും അതിന്റെ അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്ന ഒരു പ്രയോഗം അവിടെ ഉണ്ട്. അത് ഏതാണ്, ഹറുമ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ ആയത്തിലെ ഹുർരിമത്ത് എന്ന് പറയുന്ന ഭാഗമാണ് അത് ചെയ്യാൻ പാടില്ല എന്നതിന്റെ മേൽ അറിയിക്കുന്ന ഭാഗം. അതുപോലെ വേറെ എന്താണ് നഹി. നഹി എന്ന് പറയുന്ന പദവും ചിലപ്പോ ലാ തഫൽ എന്നതുപോലെ തന്നെ ആർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം ഇതുപോലെ ഉദാഹരണം പറഞ്ഞാല് നഹിയും നഹീന്റെ മുസ്തഖാത്ത്, അതിന് പിടിച്ചെടുക്കുന്ന വാക്കുകളൊക്കെ അതിൽ പെടും. ഉദാഹരണം ഇതുപോലെ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. മോശമായ സംഗതികൾ, വിലക്കപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലാഹു തആല വിലക്കുന്നു. ഇവിടെ നഹിയിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഒരു മുസ്തഖാണ് ഇവിടെ, അഥവാ നഹി മസ്തറാണെന്ന് പിടിച്ചെടുക്കപ്പെട്ട എല്ലാം മുലാരിയും ഒക്കെ അതിന് പിടിച്ചെടുക്കപ്പെട്ടാണല്ലോ. നഹി എന്നുള്ളതിന്റെ മുലാരിയാണ് ഇവിടെ എൻഹ എന്ന് പറഞ്ഞത്. ഈ എൻഹ എന്ന് പറയുന്നതും ശരിക്കും എന്താണ്, ലാ തഫഅൽ എന്ന സംഗതി അറിയിക്കുന്ന ഒരു നഹീന്റേത് പോലെയുള്ള മാന ഈ പറയുന്ന സംഗതിയും നൽകുന്നുണ്ട് എന്ന്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ, 10ാമത്തെ പേജിലുള്ളത്
പിന്നെ നോക്കൂ, അൽഫാദു തഹദീരി മറ്റൊരു കാര്യം എന്താണ്, ലാ തഫ്അൽ എന്ന സിയ കൊണ്ടല്ലാതെ തന്നെ ഒരു കാര്യം ചെയ്യരുത് എന്ന് ജാസിമായി പറയാൻ ഉപയോഗിക്കുന്ന ചില വാക്ക്, അതിന്റെ മേലെ അറിയിക്കുന്ന ചില വാക്കുകൾ വീണ്ടും ആവർത്തിക്കാം. ഏതാണ്? ഇതുപോലെ ഇപ്പൊ നമ്മൾ ഹറുമ എന്ന പദം ഉപയോഗിച്ചതുപോലെ, നഹി എന്ന പദം അതിന്റെ മുസ്തഖാത്തുകൾ ഉപയോഗിച്ചതുപോലെ, മറ്റൊന്നാണ് ഇത് അൽഫാദു തഹദീർ, ഒരു സംഗതിയോട് താക്കീതിന്റെ മേൽ അറിയിക്കുന്ന ചില ലഫ്ദുകളുണ്ട്. ഉദാഹരണം ഇയ്യാക്ക അതുപോലെയാണ്. ഇയ്യാക്ക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ ഒരിക്കലും അത് ചെയ്യരുത് എന്ന്. ഇയ്യാക്ക വൽ ഗളബ, റസൂലുള്ളാഹി തങ്ങള് ഒരാള് നിങ്ങൾ എനിക്ക് വസിയത്ത് ചെയ്യണം, ഒരു കാര്യം ഉപദേശിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരോട് റസൂലുള്ളാഹി തങ്ങൾ വസിയത്ത് ചെയ്ത് നീ ദേഷ്യം പിടിക്കരുത് എന്നായിരുന്നു. അപ്പൊ ദേഷ്യം പിടിക്കുക എന്ന സംഗതി നിന്നിൽ നിന്നും ഉണ്ടാവരുത് എന്നാണ് ഇയ്യാക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ വാക്കും ഇവിടെ എന്താണ്, ലാ തഫ്അൽ എന്ന് പറയുന്നതിന്റെ സ്ഥാനത്താണ്. ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കൊച്ചുമകനെ, ഇയ്യാക വൽ ഇൽതിഫാത്ത് ഫി സ്വലാത്തി, നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കരുത്. അപ്പൊ ഇയ്യാക്കന്റെ അർത്ഥം എന്താ? അരുത് എന്നാണ്. ഇയ്യാക വൽ ഇൽതിഫാത്ത് വൽ ഇൽതിഫാത്ത ആണ് ഇയ്യാക്കന്റെ അപ്പുറത്തുള്ള ഇസ്മിനോട് നിസ്ബായിട്ട് എപ്പോഴും വരിക. ഇയ്യാക വൽ ഇൽതിഫാത്ത് ഫി സ്വലാത്തി, നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കരുത്. ഫൈനൽ ഇൽതിഫാത്ത് ഫി സ്വലാത്തി ഹലക്കത്തുൻ, കാരണം നിസ്കാരത്തിൽ തിരിഞ്ഞോട്ടം എന്താണ്? നാശമാണ്. വൈൻകാന ലാബുദ്ദ ഫി തത്തവുഇ ലാ ഫിൽ ഫരീദ, ഇനി വളരെ അത്യാവശ്യമായ രൂപത്തിൽ തിരിഞ്ഞു നോക്കേണ്ട ഘട്ടം വന്നാൽ തന്നെ അത് എവിടെ പറ്റുള്ളൂ? സുന്നത്ത് നിസ്കാരങ്ങളിൽ, ഫർദ് നിസ്കാരങ്ങളിൽ അരുത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ഒരു കാര്യം ചെയ്യരുത് എന്ന് എവിടുന്നാ കിട്ടിയത്? ലാ തഫൽ എന്ന് അവിടെ ഇല്ല, ഹറുമ എന്നില്ല, നഹീന്റെ ഇഷ്ടക്കാത്തോ മറ്റേ ഉപയോഗിച്ചിട്ടില്ല. അതിന് എവിടുന്ന കിട്ടിയത്? അത് ഈ പറയുന്ന തെഹദീറിന്റെ ലഫ്ദിൽപ്പെട്ട ഇയ്യാക്ക എന്ന് പറയുന്ന പദം അവിടെ വന്നിട്ടുണ്ട്. അതാണ്. അതേപ്രകാരം മറ്റൊന്നാണ് എന്ത്? ലാ യഹില്ലു എന്ന് പറയുന്ന പ്രയോഗം, അനുവദനീയമല്ല. അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഹറാമാണെന്നല്ലേ. അപ്പൊ അങ്ങനെയും ചിലപ്പോൾ എന്താവാം, ലാ തഫ്അൽ എന്നതിന്റെ അർത്ഥം ലഭിക്കുന്ന ഇത് ഉപയോഗിച്ചേക്കാം. ഖൗലി തആല ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി അൻ തുഹദ്ദ അലാ മയ്യിത്തിൻ ഫൗഖ സലാസി ലയാലിൻ ഇല്ലാ അലാ സൗജിൻ അർബഅത അശ്ഹുരിൻ വഅശ്റ. അതിൽ പറയുന്നത് ഒരു ഹദീസാണ്. ഇതിൽ പറയുന്ന ഏതൊരു സ്ത്രീക്കും, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഏതൊരു സ്ത്രീക്കും മരിച്ചുപോയൊരു മയ്യത്തിന്റെ മേല് ദുഃഖമാചരിക്കാൻ, അതാണ് തുഹദ്ദ എന്ന് പറഞ്ഞ കേട്ടോ, ദുഃഖം ആചരിക്കാൻ പറ്റൂല 3 രാപ്പകലുകളെക്കാൾ കൂടുതലായിട്ട്. ആർക്ക് വെച്ച്? ഒരു പെണ്ണിനുമാണെങ്കിൽ തന്റെ ഭർത്താവിന്റെ മേൽ ദുഃഖം ആചരിക്കാൻ പറ്റും. അത് ഏതുവരെ പറ്റും? അർബഅത അശ്ഹുരിൻ വഅശ്റ, 4 മാസവും 10 ദിവസവും ദുഃഖം ആചരിക്കാൻ പറ്റും. അപ്പോ സീനത്തും അതുപോലെ ആഡംബരങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഒരു പിന്നെ ഇരിക്കാറുണ്ടല്ലോ കുറച്ച് കാലഘട്ടം. അപ്പൊ അങ്ങനെയുള്ളതിന് നമ്മൾ എന്ത് പറയുന്നത്? ഇപ്പോ ഈ പിന്നെ ആ സംഗതി പറ്റൂല. ഒരു അന്യപുരുഷന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഒരു സ്ത്രീക്കും അനുവദനീയമല്ല. ആർക്ക് വെച്ച്? ഭർത്താവിന് വെച്ച്. ഭർത്താവിന് 4 മാസം 10 ദിവസം വരെ ഒരു പെണ്ണിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ രൂപത്തിൽ ഇരിക്കാൻ പറ്റും പറഞ്ഞു. അപ്പൊ ഇവിടെ ഇപ്പൊ ഉള്ളത് ഇവിടെ പാടില്ല, ഒരു സ്ത്രീ അങ്ങനെ പിന്നെ ദുഃഖം ആചരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ കിട്ടിയത്. അത് ലാ യഹില്ലു എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന്, അഥവാ അനുവദനീയമല്ല. അനുവദനീയമല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഹറാമാണ്. മനസ്സിലായല്ലോ. ഇനി മറ്റൊരു കാര്യം എന്താണ്? വഹിയ തെയ്തുൽ തിസ്സാത്യമായാനിൻ. ഇനി ഒരു കാര്യം പിന്നെ നിങ്ങൾ അരുത് എന്ന് പറഞ്ഞാൽ അതിന് 10 മാനകൾ ഉണ്ടാവാന്നുള്ളതാണ്. ഉദാഹരണം ചിലപ്പോൾ തെഹരീമിനെ സൂചിപ്പിക്കുന്നതായിരിക്കും. ലാ തഫ്അൽ എന്ന് പറഞ്ഞ വചനം എടുത്ത് നോക്കിക്കോളൂ. ലാ തഅക്കുലു റിബ, നിങ്ങൾ പലിശ കഴിക്കരുത്. അവിടെ ഹറാമെന്ന ഉദ്ദേശം, കഴിക്കൽ ഹറാമാണ്. ചിലപ്പോ കറാത്തായ കാര്യങ്ങൾക്കും അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ചെയ്യരുത് എന്ന് പറയും. ഉദാഹരണം ഇതുപോലെ ഇദാ തവല്ല അഹദുക്കും ഫഅഹ്സന വുളുഅഹു ثم خرج عامدا الى الصلاه فلا يسبك بين يديه فإنه بالصلاه. ഒരാൾ വുളു എടുത്തു, നല്ല ഉഷാറാക്കി വുളു എടുത്തു, പിന്നെ അയാൾ മനഃപൂർവ്വം നിസ്കരിക്കാൻ വേണ്ടി പോയി. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് ചെയ്ത്? കൈകൾ കോർത്ത് കൊണ്ട് എന്താക്കരുത്? നിങ്ങൾ കൈകൾ കോർക്കരുത് എന്നാണ് നേരെ അർത്ഥം വരുന്നത്. കാരണം അവൻ നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ അവന് ഗാഫിലായി, അശ്രദ്ധയിലായിട്ട് ഇങ്ങനെ കൈകൾ ഇങ്ങനെ എന്ത് ചെയ്യുക? പരസ്പരം വിരലുകൾ കോർത്തിണക്കുക. അത് പാടില്ല എന്നാണ് ഇപ്പൊ അതിന്റെ മനസ്സിലാവുന്നത്. അപ്പൊ അവിടെ എന്തുണ്ട്? പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആ സംഗതി പാടില്ല എന്ന് പറഞ്ഞാൽ കിട്ടിയത്. ഫലാ യുഷബ്ബിക്കു എന്ന് പറയുന്ന ഒരു ലായഫലിന്റെ അതേ അർത്ഥത്തിൽ വരുന്ന ഒരു സിയോ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മനസ്സിലാവും. പക്ഷെ അവിടെ എന്തല്ല, ആ കാര്യം നിർബന്ധമായും വിലക്കപ്പെട്ടതെന്ന അർത്ഥത്തിനല്ല, ഹറാമ് പോലെ അല്ല, പിന്നെ കറാഹത്താണ് കേട്ടോ, ഉപയോഗിച്ചാൽ നല്ലത് എന്ന അർത്ഥത്തിനാണ്. ഇനി തഹ്ഖീർ, മറ്റൊന്ന് ചിലപ്പോൾ എന്താ നിന്ദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിസ്സാരമാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിൽപ്പെട്ടാണ് എന്ത്? വലാ മുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഞങ്ങളുടെ ഇരു കണ്ണുകളെയും നിങ്ങൾ നീട്ടരുത് നമ്മൾ അനുഗ്രഹം നൽകിയ ചില സംഗതികളിലേക്ക്.
ചിലപ്പോൾ എന്തുണ്ടാവും, അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകി അവർക്ക് വലിയ പ്രൗഢിയും ആഡംബരവും ഒക്കെ ഉണ്ടാവും. അതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മിലേക്കും ചിലപ്പോൾ അതുപോലെയുള്ള ഈ പിന്നെ ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുക എന്ന് പറയുന്ന സംഗതിയൊക്കെ ഇല്ലാതായി പോകും. അപ്പൊ അതിൽ പറയുന്നത് മോശമാണ് നടത്തുന്നത്, നിസ്സാരമായ കാര്യമാണ് അത് അങ്ങനെ നോക്കല്. അപ്പൊ അത് ചെയ്യാൻ പാടില്ല എന്നാണ് അറിയിക്കുന്നില്ല. അത് ചെയ്യൽ അവിടെ ഹറാമാണ് എന്നർത്ഥത്തിനല്ല, അത് നിസ്സാരമായ കാര്യമാണ്, ചെയ്യേണ്ടതില്ല എന്നർത്ഥം. ചിലപ്പോൾ ഇഖാബിനെ ബയാൻ ചെയ്യലാകും ഉദ്ദേശം. ഉദാഹരണം, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ, അക്രമികളായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റി അല്ലാഹു തആല അശ്രദ്ധവാനാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കുക തന്നെ ചെയ്യരുത്. എന്ന് വെച്ചാൽ അവിടെ ഇപ്പം എന്താണ്, ശിക്ഷയെ വിവരിക്കാണ് അടുത്ത ഉദ്ദേശം. അല്ലാതെ എന്തല്ല, പിന്നെ വലാ തഹ്സബന്ന എന്ന് പറഞ്ഞുകൊടുത്ത് അവിടെ ശരിയായ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയലല്ല ഉദ്ദേശം എന്നർത്ഥം. അതുപോലെ ദുആഇനെ അതിനൊക്കെ ഉപയോഗിക്കാറുണ്ട് ചിലപ്പോൾ. റബ്ബനാ ലാ തുആഖിദ്നാ, പഠിച്ചോനെ നീ ഞങ്ങളെ പിടികൂടരുതേ. അപ്പോൾ ദുആഇന്റെ അർത്ഥത്തിൽ ഉപയോഗിച്ചാണ്. അതുപോലെ നിരാശയെ കുറിക്കാൻ ഉപയോഗിക്കും, ലാ തഅ്തദിറു എന്ന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നേരത്തെ നമ്മൾ കഴിഞ്ഞ അമ്രിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഇർഷാദിന് വേണ്ടി, ഒരു നിർദ്ദേശത്തിന് വേണ്ടി ചിലപ്പോൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ഈ പറയുന്ന സീഗ ലാ തഫ്അലു അതിന് ഉപയോഗിക്കാം. ലാ തസ്അലു വൻ നസിയ ഇൻ തുബ്ദ ലക്കും തസുക്കും, പല കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾ ചോദിക്കരുത്. കാരണം ചോദിച്ച് അതിന് മറുപടി നൽകപ്പെട്ട വിവരം കിട്ടിയാൽ ചിലപ്പോൾ നിങ്ങൾക്കത് സങ്കടകരമായേക്കും എന്ന്. അപ്പൊ അതിനൊക്കെ കുറെ സന്ദർഭങ്ങളുണ്ട്, നമ്മൾ എല്ലാം കൂടി പറഞ്ഞാൽ നീണ്ട് പരന്നു പോകും, അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അവിടെ ലാ തസ്അലു എന്ന് പറയുന്നിടത്ത് ഉദ്ദേശം നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല, ചോദിക്കൽ ഹറാമാണ് എന്നല്ല, പക്ഷെ ചോദിക്കാതിരിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു നിർദ്ദേശമാണ് അതിലുള്ളത്. അതുപോലെ തസ്ലിയത്തിന് വേണ്ടി ചിലപ്പോൾ വരും, തസ്ലിയത്തിനല്ല സമാശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, ലാ തഹ്സൻ അലൈഹിം, നബി അവരുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ എന്താവണ്ട, ദുഃഖിക്കണ്ട. വെച്ചാൽ ദുഃഖിക്കരുത്, ഹറാമാണ് ദുഃഖിക്കൽ എന്നല്ല പറഞ്ഞതിന്റെ സാരം. പിന്നെന്താണ്, ദുഃഖിക്കാതിരുന്നാൽ, നിങ്ങൾ ദുഃഖിക്കാതിരുന്നാൽ എന്താണ്, അത് ദുഃഖിക്കേണ്ട കാര്യമില്ല നബി എന്ന് സമാശ്വസിപ്പിക്കലാണ് അവിടുത്തെ ഉദ്ദേശം. അങ്ങനെയുള്ള കുറെ സംഗതികളുണ്ട്. ഇനി എന്താ പറയുന്നത്, അടുത്ത പോയിന്റ് ഷഫഖത്തിന് വേണ്ടി ചിലപ്പോൾ ഉണ്ടാവും. ഷഫഖത്തിന് വാത്സല്യം കൊണ്ട്. അതിപ്പോ ഉദാഹരണം ഇതുപോലെ, ലാ തത്തഖിദു അദ്ദവാബ കറാസിയ റുബ്ബ മർകൂബത്തിൻ അലൈഹ ഹിയ അക്സറു ദിക്റല്ലാഹി തആല മിൻ റാകിബിഹ, എന്ന് വെച്ചാല് ഈ പിന്നെ ഒട്ടകം, അതുപോലെ ഈ പിന്നെ മറ്റു ചില ജീവികളിൽ വാഹനമായിട്ട് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന കഴുതാക്ക പോലെയുള്ള ജീവികൾ, ആ ജീവികളെ നിങ്ങൾ കുർസിയാക്കി മാറ്റരുത് എന്നാണ് ഹദീസിൽ പറയുന്നത്. കുർസി എന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ള കസേര, സ്റ്റൂള് പോലെ കാണരുത്. ഒറുബ മർക്കൂബത്തിൻ അലിഹ, എത്രയെത്ര സഞ്ചരിക്കപ്പെടുന്ന വാഹനങ്ങളാണ് ഈ അക്സറു ദിക്റുല്ലാഹി തആല മിൻ റാകിബിഹ, അതിൽ സഞ്ചരിക്കുന്ന ആളെക്കാൾ കൂടുതൽ ദിക്ർ ചെയ്യുന്നവരായിരിക്കും അത്തരം ജീവികൾ. അപ്പൊ എന്ന് പറഞ്ഞാല് നമുക്ക് വാഹനമായിട്ട് അത്തരം ജീവികളെ ഉപയോഗിക്കാം, അതിന്റെ പുറത്ത് സഞ്ചരിക്കാം ഒക്കെ പറ്റും. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സൊറ പറയാൻ വേണ്ടിയിട്ട് അതിന്റെ പുറത്ത് അങ്ങനെ കയറി ഇരിക്കാം, വാഹനം പോകുന്നുമില്ല, അങ്ങനെ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ വിലക്കുന്നുണ്ട്. അപ്പൊ അതും ചെയ്യൽ ഹറാമായത് കൊണ്ടല്ല, പക്ഷെ അതെന്താണ്, ഒരു വാത്സല്യമാണ്, ആ ജീവിയോട് ഉള്ള ഒരു വാത്സല്യമാണ് അതിൽ നിന്ന് തെളിഞ്ഞു കാണുന്നത്, ഷഫഖത്താണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്താണ്, അന്നഹിയു ഹഖീഖത്തുഹു ത്വലബു തർക്കി വതഹരീമു ഔ ഗൈറുഹു യഹ്താജു ഇലാ ഖരീനത്തിൻ, അതായത് ഒരു നഹി വന്നാൽ അതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം ഈ പറയുന്ന ചെയ്യരുത് എന്ന് പറയുന്ന അർത്ഥം തന്നെയായിരിക്കും. പക്ഷേ തെഹരീമോ ഗൈറുഹു, ഒരു കാര്യം പിന്നെന്താണ്, ഒരു കാര്യം ചെയ്യരുത് എന്നതിനും തേടുക, ഒരു കാര്യം ഉപേക്ഷിക്കലിനെയും തേടുക എന്നുള്ളതാണ് അതിന്റെ ഹഖീഖിയായ അർത്ഥം. പിന്നെ ഹറാമാണോ അല്ല എന്നൊക്കെ ഇവിടുന്ന് കിട്ടും, അത് ഖരീനത്തിൽ നിന്നാണ് കിട്ടുക. ഖരീനത്തിൽ നിന്ന് എങ്ങനെ കിട്ടുക എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അവിടെ എന്ത് പറയുന്നുണ്ടാവും, ചെയ്താൽ അതിന് ശിക്ഷയുണ്ട് സൂചിപ്പിക്കുന്നുണ്ടാവും. അങ്ങനത്തെ കുറെ ഖരീനത്തുകൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ സന്ദർഭത്തിൽ നിന്ന്, സാഹചര്യ തെളിവുകളിൽ നിന്നാണ് അത് ഹറാമാണോ അല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. ഏതായാലും അതിൽ മൊത്തത്തിൽ ഏത് സംഗതി ഉണ്ടാവും, ഒരു കാര്യത്തിനെ ഉപേക്ഷിക്കലിനെ തേടുന്നതായിരിക്കും നഹികളെല്ലാം എന്ന് മനസ്സിലാക്കാം. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, ദലാലത്തുൽ അംരി വൻ നഹി ദലാലത്തുൻ മന്തൂഖിൻ ലാ ദലാലത്തു മഫ്ഹൂമിൻ. അത് പറയുമ്പോൾ മഫ്ഹൂമും മന്തൂഖും പറയേണ്ടി വരും. അതായത് ഒരു വാക്യത്തിൽ വരുന്ന, ഒരു വാക്യത്തിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ നിന്ന് കാണുന്ന മനസ്സിലാകുന്ന കാര്യങ്ങൾക്കാണ് ദലാലത്ത് മന്തൂഖ് എന്ന് പറയാം. ദലാലത്ത് മഫ്ഹൂം എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, വാക്കിൽ അതില്ല, പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ ചിലപ്പോൾ അങ്ങനെ അതിന്റെ അർത്ഥം ഇങ്ങനെയല്ലേ എന്ന് ചിലപ്പോൾ കിട്ടിയേക്കും. അങ്ങനത്തേനാണ് ദലാലത്ത് മഫ്ഹൂം എന്ന് പറയാം. ഈ കാര്യം ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഏതായാലും അതിന് സിമ്പിൾ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഉദാഹരണം,
ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാതാപിതാക്കളോട് ഒരിക്കലും ഛേ എന്ന് പറയരുത്. അപ്പൊ ഉഫ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഛേ എന്നാണ് എന്നുള്ളതല്ല, അതായത് ആ ഒരു നീരസം പ്രകടിപ്പിക്കുന്ന എന്തും. ഛേ എന്ന് പറയുന്ന ഒരു വാക്ക് ഛേ പറയാൻ പാടില്ല എന്നുള്ളതല്ല ഉദ്ദേശം. പിന്നെ നീരസം പ്രകടിപ്പിക്കുന്ന ഒന്നും നിങ്ങൾ അവരോട് പറയരുത്, താല്പര്യമില്ലാത്ത രൂപത്തിൽ പറയരുത് എന്നാണ് ഇപ്പൊ ഖുർആന്റെ നിർദ്ദേശം. അപ്പോ ഈ പറഞ്ഞു കൊടുത്തപ്പോ എന്താ ഉള്ളത്? ഈ പറഞ്ഞ വാക്യത്തിൽ നിന്ന് കിട്ടുന്ന ഒരു മാനുണ്ട്. അതായത് നിങ്ങൾ ഒരിക്കലും ഉമ്മമാർക്കും പിതാക്കന്മാർക്കും പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിൽ ഒരു കാര്യം എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ പറയരുത് എന്നാണ് ഇപ്പൊ അതിന് നേരെ കിട്ടുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞ മന്തൂക്ക്. ഇതിപ്പോ ഈ ലഫ്ളിൽ തന്നെ കിട്ടുന്നതാണ്. വേറെ ഒന്നുണ്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് നിങ്ങൾ അവരോട് നീരസം പ്രകടിപ്പിക്കുന്ന വാക്ക് പറയരുത് എന്ന് പറയുമ്പോ, അപ്പോ നീരസം പ്രകടിപ്പിക്കുന്ന വാക്ക് പറയാൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പൊ വേണമെങ്കിൽ പോലെ എന്ത് ചെയ്യാം, അടിക്കാം, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാം, മർദ്ദിക്കാം എന്നൊരാൾ ചിന്തിക്കുകയാണെങ്കിലോ, അതാണ് ഈ പറയുന്നത് മഫ്ഹൂം. അതായത് ഇവിടെ കൊടുത്തതല്ലാത്ത അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യാ, ചിന്തിക്കുക. അതിവിടെ പറ്റൂല എന്നല്ല. ഇനി അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതല്ല കുല്ലഹുമാ ഗൈറൂഫിൻ, അവർക്ക് പിന്നെ ചേ എന്ന് പറയുന്ന വാക്ക് പറയരുത്, വേറെയുള്ള വാക്കെല്ലാം പറയാം എന്നല്ല അതിന്റെ ഉദ്ദേശം. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പൊ ഇത് എന്താണ്, മഫ്ഹൂമാണ്. അപ്പോ ഇവിടെ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ അമ്രിന്റെയും നഹിന്റെയും ഒക്കെ ദലാലത്ത് എന്തല്ല, മന്തൂക്കായ ദലാലത്തായിരിക്കും, അല്ലാതെ മഫ്ഹൂമായ ദലാലത്താവൂല. അപ്പൊ എവിടെ ഖുറാനിലോ മറ്റോ ഒക്കെ ഒരു കൽപ്പനാക്രിയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നഹി വിരോധനം ഉണ്ടെങ്കിൽ, അതൊക്കെ പ്രത്യക്ഷത്തിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും, അല്ലാതെ അതിന്റെ ഓരോ കാര്യങ്ങളുടെയും ഓപ്പോസിറ്റായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് സന്ദർഭത്തിൽ നിന്ന് കിട്ടുന്ന ദലാലത്തായിരിക്കൂല. അതായത് മഫ്ഹൂം മുഖാലഫ എന്നറിയും, മഫ്ഹൂം മുഖാലഫ കൊണ്ട് കിട്ടുന്നതായിരിക്കൂല. ജന്നവും അഖദാമിൻ ദലാലത്തിൽ ലഫ്ളി, കാരണം ലഫ്ളിന്റെ ദലാലത്തിൽ നിന്ന് പിടിച്ചെടുത്തതായിരിക്കും ഈ നഹിയും അമ്രും എല്ലാം. അഖീമുസ്സലാ, നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക. അപ്പോ നിസ്കാരം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരം കൊണ്ടുള്ള കൽപ്പനയാണത്. അല്ല മഫ്ഹൂം അൽഹ, അതിന് വേറെ മഫ്ഹൂം ഒന്നുമില്ല, മഫ്ഹൂം മുഖാലഫ ഒന്നുമില്ല. ഇനി അന്നഹിയു അനിശ്ചയി ലൈസ അമ്രൻ ബിദ്ദിഹി. അപ്പൊ ആ പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാകാൻ വേണ്ടി പറഞ്ഞാണ് എന്ത്, ഒരു കാര്യം കൊണ്ടുള്ള വിരോധനം എന്തല്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള കാര്യം കൊണ്ടുള്ള കൽപ്പനയല്ല. ഉദാഹരണം, കള്ളു കുടിക്കണ്ട എന്ന് പറഞ്ഞു. കള്ളു കുടിക്കണ്ട എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തല്ല, അതിന്റെ കള്ളല്ലാത്ത വേറെ കാര്യങ്ങൾ കുടിക്കണം, പാല് കുടിക്കണം എന്നുള്ള കൽപ്പനയാണോ? അല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യണ്ട എന്ന് പറഞ്ഞത് അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള കാര്യം ചെയ്യണം എന്നുള്ള സംഗതിയല്ല. അതേ പ്രകാരം പോലെ അമ്രു ബിശ്ശൈഇ, ഒരു കാര്യം കൊണ്ടുള്ള കൽപ്പന എന്തുമല്ല, നേരെ ഓപ്പോസിറ്റുള്ള കാര്യം ചെയ്യരുത് എന്ന് പറയലും ഉദ്ദേശമില്ല. കാരണം ലിയന്ന ദലാലത്തുഹുമാ മിനൽ മന്തൂഖ് ഇലാ മിനൽ മഫ്ഹൂമി, കാരണം ഈ നഹിയന്റെയും അമ്റിന്റെയും എല്ലാം ദലാലത്ത് മന്തൂക്കിൽ നിന്നാണ്, മഫ്ഹൂമിൽ നിന്നല്ല. അപ്പൊ ഈ ലിദ്ദിൽ നിന്ന് കാര്യം കിട്ടുക എന്നൊക്കെ പറയുന്നത് എന്താണ്, മഫ്ഹൂം കൊണ്ട് കിട്ടുന്ന, മഫ്ഹൂം മുഖാലഫ കൊണ്ട് കിട്ടുന്ന. അപ്പൊ ഇതുപോലെ തന്നെ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, നിങ്ങൾ എന്താവരുത് മാതാപിതാക്കളോട് ഛേ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതുപോലുള്ള നീരസം പ്രകടിപ്പിക്കുന്ന ഒരു വാക്കും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതല്ലാത്ത വാക്കുകളെല്ലാം പറയാം എന്ന് ഒരു വശം ചിന്തിച്ചേക്കുമെങ്കിൽ അത് മഫ്ഹൂം മുഖാലഫയാണ്. മഫ്ഹൂം മുഖാലഫ അവിടെ പിടിക്കാൻ പറ്റൂല. കാരണം എന്താ, അമ്രുൻ നഹിയൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മന്തൂക്കിൽ തന്നെയുള്ള ദലാലത്തിനെയാണ്. അപ്പൊ ഇവിടെ മന്തൂക്കിലുള്ള ദലാലത്ത് എന്താ ഉള്ളൂ, നിങ്ങൾ അവരോട് എന്ത് ചെയ്യരുത്, നീരസം പ്രകടിപ്പിക്കുന്ന ഒരു വാക്കും നിങ്ങൾ അവരോട് പറയരുത് എന്നേ ഉള്ളൂ എന്ന്. ഇക്കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി മാറത്തബൗ ശറഉ മിൻ സവാബിൻ ഔ യുഖാബിൻ അലൽ അംരി അവൻ നഹി തഅതി മിൻ ദലീലിൻ ആഖർ. അപ്പൊ പിന്നെ സംശയം ഉണ്ടാവുക, ശാരീ ചിലപ്പോ ഒരു കാര്യത്തിന് സവാബുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ഇഖാബുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അത് എവിടുന്നാ കിട്ടുന്നത്? അത് വേറെ തെളിവുകൾ കൊണ്ട് കിട്ടുന്നതാണ്. ഇസ്മുൻ മൻ ഖാലഫ അംരില്ലാഹി തആല, അത് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയ്ക്ക് എതിർ ചെയ്താൽ കുറ്റമുണ്ട് എന്നൊക്കെ ഉള്ളത് വേറെ തെളിവിന് കിട്ടുന്നതാണ് എന്ന്. ഇനി ഹറാമിന്റെ മേൽ അറിയിക്കുന്ന ദലീലുകൾ, ദലാലത്തുകൾ, പിന്നെ ഖറായിനുകൾ എന്തെല്ലാം? ഇപ്പൊ ഒരു കാര്യം ഹറാമാണ്. ഇപ്പൊ നേരത്തെ നമ്മള് ശരിയായ അതിന്റെ സീഗ നമ്മൾ പഠിച്ചു. ഇപ്പൊ നേരത്തെ നമ്മൾ അമ്രിന്റെ സീഗ പഠിച്ചപ്പോൾ അവിടെയും പറഞ്ഞിരുന്നത് അമ്രിന്റെ ശരിയായ സീഗ ഇഫ്അൽ എന്ന് പറയുന്നതാണ് എന്ന് പറഞ്ഞു. പിന്നെ എന്നിട്ട് പറഞ്ഞു ചിലപ്പോൾ അതല്ലാത്ത ചില സീഗകളും ഉപയോഗിക്കാറുണ്ട്, ഇതിന് ഉദാഹരണങ്ങൾ പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു, ചിലപ്പോൾ എന്തുണ്ടാവും, ചില സാഹചര്യങ്ങളിൽ എവിടുന്നാണ് ഇപ്പൊ ഇത് ഒരു കാര്യം ചെയ്യണം നിർബന്ധമാണ് എന്ന് മനസ്സിലാകുന്നത്, ആ സാഹചര്യത്തിൽ നിന്നാണ്, ഖരീനത്തുകളിൽ നിന്നാണ് നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ വിലക്കുകൾക്കും എന്തുണ്ട്, ലാ തഫ്അൽ എന്ന് പറയുന്ന സീഗ ഉണ്ട്, അല്ല ആ സീഗ അല്ലാതെ തന്നെ ഉപയോഗിക്കുന്ന ഹറുമ, നഹി ഒക്കെ പോലെയുള്ള വേറെ ചില വാക്കുകളും ഉപയോഗിക്കാറുണ്ട് എന്നും പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ജാസിമായ രൂപത്തിൽ വിലക്കപ്പെട്ടതാണ് എന്ന് എവിടുന്നാ കിട്ടുക? അത് സന്ദർഭത്തിൽ നിന്നും ഖരീനത്തുകളിൽ നിന്നാണ് മനസ്സിലാവുക. അതാണ് ഇവിടെ പറയുന്നത്.
അന്നഹി അല്ലദീ തറത്തബു അലൈഹി ഉഖൂബത്തുൻ. അപ്പോൾ ഏത് നഹിയും അതിന്റെ അവസാന ഭാഗത്ത് നിന്നിട്ട് ഒരു ശിക്ഷയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാതെ നിർബന്ധമായും ചെയ്യാൻ പാടില്ല എന്നർത്ഥമാണെന്ന്. കാരണം മുകളിൽ നമ്മൾ നഹീന്റെ ഒരുപാട് മാനകൾ നേരത്തെ പഠിച്ചല്ലോ, ഷഫഖത്ത്, അതുപോലെ തൊട്ട് മുമ്പത്തെ പേജിൽ നമ്മൾ പിന്നെ ഒരുപാട് നല്ല ദുആ, ഇസ്, ബയാനുൽ ഇഖാബ്, തഹ്ഖീർ, ഇങ്ങനെ ഒരേ മാനകും പറഞ്ഞു. ലാ തഅകുൽ റിബ എന്ന് പറയുന്ന നെഹി വന്നു. ആ നെഹി ഹറാമാണ്, ഹറാമിന് വേണ്ടി വന്നതാണോ അതല്ല കറാത്തിനാണോ അതല്ല തെഹ്ഖീറിനാണോ എന്നൊക്കെ എങ്ങനെ മനസ്സിലാവുക? അത് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവുക, സന്ദർഭത്തിന് കരീനത്തിന് മനസ്സിലാകാൻ പറ്റും. അതെങ്ങനെയാ കരീനത്തിന് മനസ്സിലാവുക? അത് ഈ പറയുന്ന കാര്യം കൊണ്ടാണ്. അതായത് തൊട്ടപ്പുറത്ത് അതിന്റെ ശിക്ഷയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, ആ കാര്യം നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ്. ഉണ്ടോ? അപ്പൊ അതിൽ പറയുന്നുണ്ട് എന്ത്? അവർ ചെയ്ത പ്രവൃത്തി കൊണ്ട് അള്ളാഹുവിന്റെ കോപത്തെ അവരെന്താകുന്നു, അവർ ജസ ആയിട്ട് അർഹിക്കുന്നു എന്നുള്ള രൂപം അവിടെ പറയുന്നുണ്ട്, അള്ളാഹുവിനുള്ള ശിക്ഷയായിട്ട്. അപ്പൊ ഈ നകാലം മിനല്ലാഹ് എന്ന് പറയുന്ന ഈ പ്രയോഗം ഉണ്ടല്ലോ, ഇത് ഉക്കൂബത്താണ്. അഥവാ ഈ മോഷണം നടത്തിയാൽ ഇങ്ങനെയുള്ള ഉക്കൂബത്ത് ഉണ്ടാകും എന്നുള്ളൊരു സൂചന അതിലുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഏത് നഹിയും എന്തായിരിക്കും? തീർച്ചയായും അക്കാര്യം ചെയ്യരുത് എന്നതിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാല് ഔ യുതറത്തബു അലൈഹി മഖ്തും മിനല്ലാഹി സുബ്ഹാനഹു വതആല. അള്ളാഹുവിന്റെ കോപം, മഖ്തറിൽ കോപം നടത്തും, കോപം അതിന്റെ മേല് തറത്തുബായിട്ട്, അഥവാ അതിനെ തുടർന്ന് ആ പ്രവൃത്തി ചെയ്താൽ അള്ളാഹുവിന്റെ കോപം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. എന്നാ മനസ്സിലാക്കുന്നത് ആ പ്രവൃത്തി ഒരിക്കലും ചെയ്യരുത്, ഭയങ്കര കുറ്റമുള്ള കാര്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ വലാ തൻകിഹു മാ നകഹ ആബാഉക്കും മിനൻ നിസാഇ ഇല്ലാ മാ ഖദ് സലഫ് ഇന്നഹു കാന ഫാഹിശതൻ വമഖ്തൻ വസാഅ സബീല. അതിൽ പറയുന്നത് സൂറത്തു നിസായിലാണ്. നമ്മുടെ ഉമ്മ, പിന്നെ നമ്മുടെ വാപ്പാന്റെ ഭാര്യമാരെ നമുക്ക് ഒരിക്കലും വിവാഹം ചെയ്യാൻ പാടില്ല. നമ്മുടെ ഉമ്മമാരുടെ ഗണത്തിലാണ് അത് പെടുക. വാപ്പാന്റെ ഭാര്യമാരെന്ന് പറയാനുള്ള കാരണം, ചിലപ്പോൾ നിന്റെ ഉമ്മനായിക്കൊള്ളണമെന്നില്ല, നിന്റെ വാപ്പ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, 4 ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ, നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മയെ മാത്രമല്ല നിന്റെ വാപ്പ വിവാഹം ചെയ്ത എല്ലാവരെയും നിനക്ക് വാങ്ങിക്കൽ ഹറാമാണ്. അതിനവിടെ പറഞ്ഞ എന്ത്? അങ്ങനെ ചെയ്യൽ നിനക്ക് ഹറാമാണ്, അനുവദനീയമല്ല. അപ്പൊ ലാ തൻകിഹു എന്ന് പറയുന്ന പദം ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് ശരിക്കും ഹറാമായ രൂപത്തിലൂടെയുള്ള വിലക്കാണോ അതല്ല വേറെ പല അർത്ഥത്തിലുള്ളതാണോ? അതെങ്ങനെ മനസ്സിലാക്കുക? അത് നോക്കൂ, അതിന്റെ അവസാന ഭാഗത്ത് മക്കത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിന്റെ ചെയ്താലുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നുണ്ട്. അതെവിടെ പറഞ്ഞു? ഓളബിനെ കുറിച്ച്. അതവിടെ ഇന്നഹു കാന ഫാഹിശതൻ വമഖ്തൻ വസാഅ സബീല. അത് വളരെ മോശമായ കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കോപത്തിന് കാരണമാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പഴയ കാലത്ത്, ജാഹിലിയ കാലത്ത് ആളുകൾ അങ്ങനെ സ്വന്തം ഭർത്താവ്, പിന്നെ വാപ്പയുടെ ഭാര്യമാരെ, ഉമ്മയോ അല്ലെങ്കിൽ ഭാര്യമാരെയൊക്കെ വിവാഹം ചെയ്യുന്ന ശീലം ഉണ്ടായിരുന്നു. അത് വിലക്കപ്പെട്ടതാണ് ഈ പറയുന്ന ആയത്തിലൂടെ. അപ്പൊ ഇത് പൂർണ്ണമായും വിലക്കപ്പെട്ട കാര്യമാണെന്ന് കിട്ടിയത് ഈ പറയുന്ന സിയാക്കിലൂടെയാണ് കേട്ടോ. ഏത്? ഇന്നഹു കാന ഫാഹിശതൻ വമഖ്തൻ വസാഅ സബീല എന്ന് പറയുന്ന സിയാക്കിലൂടെ. അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞു? അങ്ങനെ ഒരു വിലക്ക് വന്നതിന് ശേഷം അത് ശൈത്താനിന്റെ പ്രവൃത്തികളിൽ പെട്ടതാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അതും പൂർണ്ണമായും വിലക്കപ്പെട്ടാണ് മനസ്സിലാക്കാം. ഉദാഹരണം, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. കള്ള്, ചൂതാട്ടം, അതുപോലെ ഈ ബിംബങ്ങൾ കുത്തി നാട്ടി നിർത്തല്, അങ്ങനെയുള്ള അവര് ഭാഗ്യക്കുറി നോക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണോ ചെയ്യണ്ടോ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് കുറെ അമ്പുകൾ വെച്ചിട്ട് തീരുമാനിക്കലുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. ഇതെല്ലാം ഷെയ്ത്താന്റെ പ്രവൃത്തിയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോ ഡിജിസം മിൻ അമല് ഷെയ്ത്താൻ എന്ന് പറയുന്ന ഈ ഒരു വാക്കിൽ നിന്ന് മനസ്സിലാക്കാം എന്ത്? കള്ള് കുടിക്കല്, ചൂതാട്ടം, അതുപോലെ ബിംബാരാധന, അതുപോലെ ഭാഗ്യം നോക്കല്, ഇതെല്ലാം എന്താണ്? ശരിക്കും ഹറാമായ രൂപത്തിൽ വിലക്കപ്പെട്ട കാര്യം തന്നെയാണ് എന്ന് സന്ദർഭത്തിൽ നമുക്ക് എന്താകാം? മനസ്സിലാക്കാം. ഇനി അവസാന ഭാഗമായിട്ട് എന്താ ഉള്ളത്? ഔ ഇഖ്തിറാനിഹി ബില്ലഅന. ചിലപ്പോൾ വിലക്കപ്പെട്ട ഒരു കാര്യം പറഞ്ഞെടുത്ത് തൊട്ടപ്പുറത്ത് അതിന്റെ അവസാന ഭാഗത്ത് എവിടെയെങ്കിലും ലഅനത്ത് അഥവാ അല്ലാഹു തആല അവരെ ശാപത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അപ്പയും മനസ്സിലാക്കാതെ ആ ഹറാമ് ആയ കാര്യം ചെയ്യരുത് എന്ന് ജാസിമായ രൂപത്തിൽ തന്നെ പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കുക. അതായത് കറാത്തിന്റെ ഒന്നും മാനക്കല്ല. എവിടുന്ന കിട്ടിയത്? ഉദാഹരണം നോക്കൂ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു വിശദീകരണം അതിനെ ആരെങ്കിലും മൂടി വെച്ചാൽ, അറിഞ്ഞിട്ടും അത് അതിനെ മൂടി വെച്ചു, അത് പറയേണ്ട സമയത്ത് അതിനെ പറഞ്ഞില്ല എങ്കിൽ അവരുടെ ശിക്ഷ പറയുന്നിടത്ത് എന്ത് പറയുന്നുണ്ട്? ഉലൈക യൽഅനുഹുമുല്ലാഹ്, അവർ അല്ലാഹു തആല ശപിക്കുന്നു. ഇതാണ് നമ്മുടെ പോയിന്റ്. യൽഅനുഹുമുല്ലാഹ് എന്ന് പറഞ്ഞിടത്ത്
അവിടെ ആ ഒരു സംഗതി തെറ്റാണ്. അഥവാ നിങ്ങൾക്കറിയുന്ന ഒരു കാര്യം നിങ്ങൾ മൂടി വെക്കരുത്. പ്രത്യേകിച്ചും അത് ചർച്ചയാകുന്ന ഒരു വേദിയിൽ വെച്ച് അതിനെ മൂടി വെക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ സംഗതി വിലക്കപ്പെട്ട കാര്യമാണ്, ചെയ്താൽ കുറ്റമുണ്ടാകും എന്നുള്ള രൂപത്തിലുള്ള ഹറാമായ കാര്യമാണെന്ന് എങ്ങനെ കിട്ടിയത്? ഇതിന്റെ അവസാന ഭാഗത്ത് ലയനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതത് മനസ്സിലാക്കാം. ഇനി മറ്റൊരു കാര്യം, അന്നഹി യുഫീദു തർക്ക അലൽ ഫൗരി. മറ്റൊരു കാര്യം പറയുന്നത് എന്താണ്? നഹി എപ്പോഴും ഉടനെ തന്നെ ഒരു കാര്യം ഉപേക്ഷിക്കണമെന്ന് ഫായിദപ്പിക്കുന്നതാണ്, ചില അർത്ഥം നൽകുന്നുണ്ട്. അതെവിടുന്നാ കിട്ടിയത്? സ്വഹാബികൾ അപ്രകാരമാണ് നഹിയനെ മനസ്സിലാക്കിയത്. കാരണം കള്ള് വിലക്കപ്പെട്ട ആയത്തിറങ്ങിയപ്പോ അതിന്റെ അവസാന ഭാഗത്ത് എന്തുണ്ട്? ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഇപ്പോഴും ഈ കള്ളുകൂടി അവസാനിപ്പിക്കുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇറങ്ങിയപ്പോൾ തന്നെ ഓല് പറഞ്ഞു ഇൻതഹൈന, നമ്മൾ അവസാനിപ്പിച്ചു എന്ന് പറയുകയും ചെയ്തു. മദീന, അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന മദ്യ ചഷകങ്ങളിലെല്ലാം അവർ ഒഴിച്ച് ആ കള്ളുകളെല്ലാം മദീനയിലെ റോഡുകളിലൂടെ അവർ ഒഴുക്കി കളഞ്ഞു എന്നാണ്. അപ്പൊ എന്ത് ചെയ്തു? ആ വിലക്ക് വന്ന ഉടനെ തന്നെ അവരാ സംഗതി ചെയ്തല്ലോ. അപ്പൊ ഇതിനെന്ത് മനസ്സിലായി? നഹികളെല്ലാം അത് ഉടനെ തന്നെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. അതേസമയം അമ്മൻ നഹിയുൽ വാരിദു ലി മാനിൻ, എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ കൊണ്ട് വന്ന നഹിയാണെങ്കിലോ, ഉദാഹരണം പറഞ്ഞാൽ നഹിയാനി സൗമി വസ്വലാത്ത് ബിനിസ്ബത്തിൽ മർഅത്തിൽ ഹായിദ്, ഒരു ഹൈലുകാരിയായ സ്ത്രീക്ക് അവരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരവും നോമ്പും പാടില്ല എന്ന് പറഞ്ഞു. അതിപ്പോ എന്താണ്? ഒരു പ്രത്യേകമായ മാനിയ വന്നത് കൊണ്ട്, അതായത് ഒരു തടസ്സം ഉണ്ടായത് കൊണ്ട് നഹി വന്നതാ. സാധാരണ ഏത് സ്ത്രീയും നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം ഒക്കെ വേണ്ട തന്നെ. പക്ഷെ അതിൽ നിന്നുള്ള തടസ്സമായിട്ട് ഹൈദ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായപ്പോ അപ്പൊ തൽക്കാലം എന്ത് ചെയ്തു? ഒഴിവായി. അങ്ങനെയുള്ള നഹികൾ എന്താവും? ഇന്ന ഹാദൻ നഹിയ യസൂലു ബിസവാലിമിൻ സബബിഹി, സബബ് നീങ്ങൽ കൊണ്ട് അതിന്റെ എന്തുണ്ടാവും? നഹിയും നീങ്ങും. സബബ് നീങ്ങൽ കൊണ്ട് നഹി നീങ്ങും എന്ന് പറഞ്ഞാല് ഈ പറയുന്ന നിസ്കരിക്കരുത്, നോമ്പ് നോൽക്കരുത് എന്ന് പറഞ്ഞതിന്റെ സബബ് അവിടെ എന്താ? ഹൈദുണ്ട് എന്നുള്ളതാ. അപ്പൊ ഹൈദ് നീങ്ങി കഴിഞ്ഞാൽ, ശുദ്ധിയായാൽ ആ പറഞ്ഞ കാര്യം എന്താവും? നിർബന്ധമാവുകയും ചെയ്യും. ആ നഹി അവിടെ പോകും. അപ്പൊ ആ നഹിയിലവിടെ എന്തില്ല? ഉടനെ എന്ന അർത്ഥം വരുന്നില്ല എന്ന് പറഞ്ഞതിന്റെ സാരം. മറ്റേ സാധാരണ നഹികളിൽ എന്തുണ്ടാവും? ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഉടനെ അർത്ഥം ഉണ്ടാവും. ഇവിടെ ഇപ്പൊ എന്തില്ല? അങ്ങനെയില്ല, ഫൗറില്ല എന്നർത്ഥം. ഇനി النهي في التصرفات والعقود إن كان راجعا لعين العقد فإن التصرف يكون باطلا وإن كان راجعا إلى صفة من صفاته فإنه يكون فاسدا كالجميع بين الأختين فينعقد النكاح لكن عليه أن يفارق الأخرى. ചിലപ്പോൾ എന്തുണ്ടാവും? ചില ഇടപാടുകളിൽ അല്ലെങ്കിൽ ചില അഖദുകളിൽ എന്തുണ്ടാവും? ഈ അഖദിന്റെ അടിസ്ഥാനത്തിനെ തന്നെ അല്ലെങ്കിൽ അതിന്റെ അയിനെ തന്നെ അതിലേക്ക് തന്നെ ചേരുന്ന രൂപത്തിൽ ഉള്ള നഹി വന്നാൽ, അപ്പോ ആ പ്രവൃത്തി, ആ നഹിയാക്കപ്പെട്ട പ്രവൃത്തി ചെയ്താൽ അതുകൊണ്ട് ആ അഖദ് തന്നെ എന്ത് ചെയ്യും? ആ പറയുന്ന ചടങ്ങ് അല്ലെങ്കിൽ ആ സംഗതി തന്നെ ബാത്തിലായി പോകും. അതേസമയം ഈ നഹി വരുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിശേഷണത്തിലേക്ക് ചേർത്തിട്ടാണ് എങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ആ അഖദ് അവിടെ ബാത്തിലായി പോവില്ല, പക്ഷെ അതെന്താവും? തൽക്കാലം ഫസാദ് ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാല് സ്ത്രീകളെ വിവാഹം ചെയ്യലിപ്പോ ഏതായാലും ഏത് സ്ത്രീകളെ നമുക്ക് വിവാഹം ചെയ്യാമല്ലോ, വിലക്കപ്പെട്ട സ്ത്രീകളെ മാറ്റി നിർത്തിയാൽ, ഉമ്മമാര് അങ്ങനത്തെ സ്ത്രീകളെ മാറ്റി നിർത്തിയാൽ, പെങ്ങന്മാരൊക്കെ ഉള്ള. പക്ഷെ ഇവിടെ പിന്നെ രണ്ട് സഹോദരിമാരെ തന്നെ ജമ്മു ചെയ്യൽ പറ്റൂല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ്? രണ്ട് സഹോദരിമാരെ ജമ്മു ചെയ്യാന്ന് പറഞ്ഞുകൊടുത്ത് അവിടെ ഈ അസുലിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള നെയ്യല്ല അവിടെ. കാരണം എന്താ? ഒരു സഹോദരി, ഒരു സ്ത്രീയെ നമ്മൾ വിവാഹം ചെയ്തു, അപ്പൊ അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ അവിടെ പ്രശ്നം വരുന്നത് എപ്പോഴാണ്? അതേ സ്ത്രീയുടെ തന്നെ നേരെ സഹോദരിയെ, ജ്യേഷ്ഠത്തെയോ അനിയത്തിയോ നമ്മൾ വിവാഹം ചെയ്യുമ്പോൾ അവിടെ പുതിയതായ ഒരു വിശേഷണം കൊണ്ട്, അഥവാ ആ പെണ്ണിന്റെ തന്നെ നേരെ സഹോദരി വിവാഹം ചെയ്യുക എന്ന് പറയുന്ന ഒരു സിഫത്ത് വന്നതുകൊണ്ടാണ് ഈ പറയുന്ന നെഹി വന്നത്. നേരെ മറിച്ച് അവിടെ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ, അഥവാ ആ സഹോദരിയെ മാത്രം വിവാഹം ചെയ്തുകൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ യാതൊരു കുഴപ്പമില്ല, അവിടെ നെഹിയില്ല. ആ സഹോദരിയുടെ ജ്യേഷ്ഠത്തെയോ അനിയത്തിയോ കൂടി കെട്ടിയപ്പോ എന്തായി? രണ്ട് സഹോദരിമാരെ ഒന്നിച്ച് ഭാര്യയാക്കുക എന്ന് പറയുന്ന സംഭവം വന്നു. അത് പാടില്ല, അത് വിലക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇവിടെ ഈ വിലക്ക് വന്നത് അടിസ്ഥാനപരമായി നിക്കാഹ് എന്ന് പറയുന്ന സംഗതി അവിടെ നെഹിയുള്ളത് കൊണ്ടല്ല. കാരണം പിന്നെന്താ ഉള്ളത്? രണ്ട് സഹോദരിമാരെ ഒന്നിച്ച് ഭാര്യയാക്കുക എന്ന് പറയുന്ന വിലക്ക് അത് പുതിയൊരു വിശേഷണം വന്നുകൊണ്ട് മാത്രമാണ് ആ നഹിയുടെ വന്നത്. അങ്ങനെയാകുമ്പോൾ അവിടെ അഖദ് ശരിയാകും, ബാത്തിലാവില്ല, പക്ഷെ എന്തുണ്ടാവും? ഫാസിദാവും. അതാണ് അവിടെ പറഞ്ഞത്. എന്ത്? നിക്കാഹ് അവിടെ നടക്കും, പക്ഷെ എന്താണ്? ഓന് വേഗം എന്ത് ചെയ്യണം? മറ്റേ സഹോദരിയെ ഒഴിവാക്കണം. രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് ഭാര്യയെ കൊണ്ടിറക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു
സഹോദരിയെ അവന് ഒഴിവാക്കണം, മറ്റേ സഹോദരിയെ അവന് ഭാര്യയായിട്ട് തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ള മാറ്റം. നമ്മൾ മുമ്പൊരിക്കൽ ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ ബാത്തിലും അതുപോലെ തന്നെ ഫാസിദും തമ്മിൽ ചർച്ച ചെയ്തപ്പോൾ അവിടെ പറഞ്ഞിരുന്നു, ജുമയുടെ ബാങ്കിന്റെ സമയത്ത് കച്ചവടം നടത്തുന്നതിനെ പറ്റി ഒരു ചർച്ച പറഞ്ഞിട്ട് അവിടെ പറഞ്ഞിരുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് അപ്പോൾ ഉസൂൽ ഫിഖുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചർച്ചകളാണ് ഇതുവരെയുള്ള ക്ലാസ്സിൽ പറഞ്ഞത്. കുറച്ച് ലെങ്തിയാണ്, പക്ഷെ എന്നാലും അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഇനി ബാക്കിയുള്ള ഉമ്മൂമു ഖുസൂസ് പോലെയുള്ള ചർച്ചകളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ്, ജിബിഡിയുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ സംശയങ്ങൾ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അതായത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമ്മുടെ ചാനലിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി സമയാസമയം ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.